ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വനിതാ ശിശു വികസന വകുപ്പിലെ ICDS സൂപ്പർവൈസർ കോച്ചിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ വകുപ്പ് അല്ലേ, നമ്മൾ ഏകദേശം സെപ്റ്റംബറിൽ തുടങ്ങിയൊരു പഠന പരിപാടിയാണ്. നിങ്ങൾ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ് എല്ലാവരും. എന്താണ് ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം അല്ലെങ്കിൽ 2-2.5 മാസം കഴിയുമ്പോൾ വരുന്ന പരീക്ഷ. ആ പരീക്ഷയിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് അല്ലെ, റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വളരെ കാമായിട്ട് പരീക്ഷ എഴുതുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു കടമ്പ ഈ ജോലിയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു PSC പരീക്ഷയിലും നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്ന ഘടകം നിങ്ങൾ എത്ര കണ്ട് പഠിച്ചു, എത്ര സമയം അതിന് ചെലവാക്കി, അല്ലെങ്കിൽ എത്ര കൂടുതൽ പഠിച്ചു, എത്ര ആഴത്തിൽ പഠിച്ചു എന്നല്ല. എന്താ കാര്യം? എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, വിജയം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തു, അതുപോലെ എത്രത്തോളം റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചു എന്നുള്ളതാണ്. അതൊന്ന്. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഏകദേശം 1 വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. 1 വർഷമായി പഠിച്ച കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് നമുക്ക് പരീക്ഷാ പേപ്പറിലോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ്. കാരണം 1.5 മണിക്കൂർ മാത്രമാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കിട്ടുന്നത് അല്ലേ. ആ 1.5 മണിക്കൂർ നമ്മൾ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ പൊന്നുമക്കളെ, നമ്മൾ വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ നമ്മൾ ആങ്സൈറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവും. കാര്യം എന്താ, നമ്മൾ വലിയൊരു ലക്ഷ്യത്തിന് പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആങ്സൈറ്റി ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. ആങ്സൈറ്റി കുറച്ച് വയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഇപ്പോഴും നോക്കണം, കുറച്ച് സൈക്കോളജിയിൽ ചിന്തിക്കണം. അതുപോലെ ബാക്കി അതിൻ്റെ എല്ലാ അവസാനം ആങ്സൈറ്റി കുറയ്ക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാം, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, പരീക്ഷാ ഹാളിൽ നമ്മൾ ആങ്സൈറ്റി ഇല്ലാതെ എന്ത് ചെയ്യണം, പരീക്ഷ എഴുതണം. ഇതാണ് വിജയത്തിലേക്കുള്ള 2ാമത്തെ കീ. ഓക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലും അതുപോലെ വരുന്ന ലൈവിൽ ഞാൻ ഉണ്ടാവും. നമുക്ക് ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് നല്ല പവറായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ്. കാരണം കഴിഞ്ഞ 2 ICDS സൂപ്പർവൈസർ എക്സാമിനേഷനിലും എവിടെ എടുത്തു കഴിഞ്ഞാലും ഡിസിപ്ലിൻ ആൻഡ് ഗൈഡൻസ് ഫോർ ചിൽഡ്രൻ എന്ന ടോപ്പിക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കഴിഞ്ഞ 2 പരീക്ഷയ്ക്കും ഇത്ര കാര്യം മാത്രം പഠിച്ചിട്ട് പോയ ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചുമ്മാ കണ്ണുടച്ചവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കളെ നിങ്ങൾ മനസ്സിലാക്കാം, ഓരോ ക്ലാസ്സുകളും ഓരോ സ്റ്റെപ്പാണ്. നിങ്ങളുടെ ജോലിയിലേക്കുള്ള ഓരോ സ്റ്റെപ്പാണ് സഹകാരി പ്രൊവൈഡ് ചെയ്യുന്ന ഓരോരോ ക്ലാസ്സുകളും. എങ്ങനെയാണ് സ്റ്റെപ്പ് ആകുന്നത് അല്ലേ? ഏകദേശം 250ഓളം ക്ലാസ്സുകളാണ് സഹകാരി ഇതിനു വേണ്ടി ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മാക്സിമം ചോദ്യങ്ങൾ തിരിച്ചും മറിച്ച് നിങ്ങൾക്ക് തരികയാണ്, തന്നിട്ട് നിങ്ങൾ പരീക്ഷ എഴുതിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്രയും ആ ഒരു എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സും അത് കവറായി മാറുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നെറ്റിലും അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കണ്ടന്റ് ഇഷ്ടമാതിരി അവിടെ ഇവിടെ പല സ്ഥലങ്ങളിൽ പല രീതിക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടുള്ള കണ്ടന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ നോട്ടിനോടൊപ്പം ആഡ് ചെയ്യുക. അല്ലാതെ അത് പ്രത്യേകം മാറ്റി വയ്ക്കാതെ നിങ്ങൾ പഠിച്ച ക്ലാസ്സിനൊപ്പം ഡിസിപ്ലിൻ ആൻഡ് ഗൈഡൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പുതിയ പോയിന്റ് കിട്ടി എന്ന് വെച്ചോളൂ സപ്പോസ്. അപ്പോൾ ഈ ക്ലാസ് നോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനകത്ത് ആ നോട്ടിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്, അതൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വഴിയായി നമുക്ക് ഒരു മെറ്റീരിയൽ ആയില്ലേ. അല്ലാതെ ഡിസിപ്ലിൻ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നോട്ട് കിട്ടി, ആ നോട്ട് അവിടെ ഇരിക്കട്ടെ, ഇത് സഹകാരി നോട്ട് അത് ഇവിടെ ഇരിക്കട്ടെ, പഠിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതണം, അത് നോക്കണം, ഇത് നോക്കണം, ഇങ്ങനെ നമ്മൾ ഡിസ്ട്രാക്ട് ആവാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു യുണീക്നെസ് വേണം നമ്മുടെ പഠനത്തിൽ. അതുപോലെ ഒരു ചിട്ട വേണം. ആ ചിട്ട എങ്ങനെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അത്, നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ളൊരു യൂണിറ്റ് വേണം. അത് സഹകാരിയുടെ നോട്ട് തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾ അഡീഷണൽ പോയിന്റ്സ് കിട്ടിക്കോട്ടെ, നല്ലതാണ്. അത് കിട്ടിയാൽ എന്ത് ചെയ്യണം, ആ പോയിന്റായിട്ട് മാത്രം എഴുതി വെക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്കിന് നോട്ട്സ് ഇഷ്ടം പോലെ കിട്ടുമ്പോൾ അതിങ്ങനെ കളക്ട് ചെയ്ത് അതൊക്കെ മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്കൊരു ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളിവിടെ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ തരുന്ന ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതിയിലാണോ ആ നോട്ടിന്റെ പ്രിപ്പറേഷൻ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ ഒരു കോൺഫിഡൻസോടുകൂടി പഠിക്കാൻ എനിക്കത് മാത്രം പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ് പഠിക്കുക, പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക, എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഫുള്ള് കിട്ടിയാലും പിന്നെ എഴുതുക. ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 38-40 ക്വസ്റ്റ്യൻസ് പരീക്ഷ എഴുതുന്നല്ലേ, അത് ഫുള്ള് കിട്ടിയാലും പിന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ബുദ്ധിമുട്ടാണ് എനിക്കറിയാം, ചെയ്താൽ ഫലം കിട്ടും. റിവിഷൻ്റെ കാര്യം ഞാൻ വളരെ വിശദമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു വളരെ വളരെ വെൽ പ്രൂവൺ ആയിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി ഉണ്ട്, അതിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്, നിങ്ങളെല്ലാം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ തെറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും. നോട്ട് ഓൺലി ഇൻ PSC പോയിന്റ് ഓഫ് വ്യൂ ബട്ട് ആൾസോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ പകർത്താൻ പറ്റുന്ന തരത്തിലുള്ള കുറേ പ്രാക്ടീസസ് അല്ലേ. നമ്മൾ കുട്ടികളെ എങ്ങനെ ഡിസിപ്ലിൻ ചെയ്യണം, അവരെങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഉള്ള വിശദമായിട്ടുള്ള ഡിസ്കഷനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ.
അതിനിടയ്ക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെക്കുന്നു. അതുപോലെ ടെക്നിക്സ് ഓഫ് ഡിസിപ്ലിൻ, എസെൻഷ്യൽസ് ഓഫ് ഡിസിപ്ലിൻ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഡിസിപ്ലിൻസ് ആൻഡ് ഗൈഡൻസ് ഫോർ ചിൽഡ്രൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2 ചോദ്യം, കഴിഞ്ഞ പരീക്ഷ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിനിടയ്ക്ക് ഇരുന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷ ഉണ്ടായിരുന്നു, 2ലും ചോദ്യം ഉണ്ടായിരുന്നു. നോക്കാം. ഈ ആദ്യം കാണുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഇൻ വിച്ച് പാരന്റിംഗ് സ്റ്റൈൽ ചിൽഡ്രൻ ആർ മോർ ലൈക്ലി ടു ബി സോഷ്യലി കോമ്പീറ്റന്റ്, റെസ്പോൺസിബിൾ ആൻഡ് ഓട്ടോണമസ്. നോക്ക്, സോഷ്യലി കോമ്പീറ്റന്റ് ആയിരിക്കുക ഒരു കുട്ടി, അല്ലെ, ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തി നേടിയിരിക്കുക, അതുപോലെ സോഷ്യലി റെസ്പോൺസിബിൾ ആവുക, അല്ലെ, അവന് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായി വരിക, ഓട്ടോണമസ് ആയിട്ടില്ല, സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനുള്ള ശേഷി ഉണ്ടാകുന്നത് ഏത് പാരന്റിംഗ് സ്റ്റൈലാന്ന് ചോദിക്കുന്നുണ്ട്. അതോറിറ്റേറിയൻ, അതോറിറ്റേറ്റീവ്, പെർമിസീവ് ആൻഡ് അൺഇൻവോൾവ്. ഇങ്ങനെ നാല് പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്, 4 പാരന്റിംഗ് പാറ്റേൺസാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ശരി ഉത്തരവാദിത്തം കൊടുക്കുന്നതാണ് അതോറിറ്റേറ്റീവ്. അപ്പോൾ അതോറിറ്റേറ്റീവും അതോറിറ്റേറിയനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ NCERT പാഠപുസ്തകത്തിൽ അതോറിറ്റേറ്റീവിന് പകരം ഡെമോക്രാറ്റിക് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. നമുക്കത് രണ്ടും മനസ്സിലാക്കി തന്നെ പഠിച്ചു മുന്നോട്ട് പോകാം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ ഏറ്റവും തൊട്ട് മുന്നത്തെ ICDS സൂപ്പർവൈസർ എന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എന്താണ്? പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഓഫ് ചൈൽഡ് റിയറിംഗ് വേർ ചിൽഡ്രൻ ആർ ഹെൽപ്ഡ് ബൈ പാരന്റ്സ് ഓർ ടീച്ചേഴ്സ് ഓൺ ടേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് വേരിയസ് തിങ്സ്. അല്ലെ, ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കുട്ടിയെ സഹായിക്കുന്ന തരത്തിലുള്ള എന്താണ് പാരന്റിംഗ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക്. കണ്ടോ, ഡെമോക്രാറ്റിക്. ഇത് നമ്മുടെ NCERT എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അതോറിറ്റേറ്റീവ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതോറിറ്റേറ്റീവ് വന്നാൽ ഡെമോക്രാറ്റിക് വന്നാൽ ശരിയാണ്. അതിൻ്റെ ഉത്തരം ഡെമോക്രാറ്റിക് ആണ്. സബ്മിസീവ് പാറ്റേൺ ഇല്ല, പിന്നെ പെർമിസീവ് പാറ്റേൺ ഉണ്ട്, അതോറിറ്റേറിയൻ പാറ്റേൺ. ഇങ്ങനെ മൊത്തം 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. ഈ ക്ലാസ് കണ്ടാൽ നിങ്ങൾ കണ്ണും പൂട്ടിൻ്റെ ഉത്തരം എഴുതും, എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാമെന്ന് മാത്രം, അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഡ്യൂട്ടി. ഇത് കേട്ടിരിക്കുക, അവസാനം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുക. പറയൂലേ നിങ്ങളാ? പറയണം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. അച്ചടക്കം എന്താണ്? അച്ചടക്കം ഒരു അച്ചുണ്ടാക്കുക, അതിനുള്ളിൽ അടക്കി വെക്കുക, അല്ലേ അതല്ലേ അച്ചടക്കം എന്ന് പറയുമ്പോൾ? അതെ, അതാണ്. എന്തിനു വേണ്ടിയായി അച്ചുണ്ടാക്കിയിരിക്കുന്നത്? ബിക്കോസ് നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമൂഹിക ജീവിയാണ്, അല്ലേ? ഒരു സമൂഹത്തിലാണ് ഈ കുട്ടി ജീവിക്കേണ്ടത്. ഒരിക്കലും ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിൻ്റെ ആവശ്യമില്ല? അച്ചടക്കത്തിൻ്റെ ആവശ്യമില്ല. ടാർസിന് അച്ചടക്കത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതേസമയം നമ്മുടെ ഏതൊക്കെ പല സിനിമകളിലും കാട്ടിൽ കുട്ടികൾ ഒറ്റയ്ക്ക് പെട്ടുപോയി വളരുന്ന, അല്ലെങ്കിൽ ദ്വീപിലൊക്കെ അകപ്പെട്ട് വളരുന്ന പല സിനിമകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ പണ്ടൊക്കെ, അല്ലേ? അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? അച്ചടക്കത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? കാരണം അവൻ സമൂഹത്തിലല്ല ജീവിക്കുന്നത്, അവന് ഇഷ്ടം പോലെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അച്ചടക്കം ആവശ്യമുണ്ട്. അച്ചടക്കം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം നമ്മൾ. ഒരുപാട് കാര്യങ്ങളിൽ നമുക്കതിന് എന്താണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും അതുപോലെ അവൻ്റെ എൻറ്റയർ ലൈഫ് ഈ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിക്കുന്നു. നോക്കാം എന്താ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇസ് എ ട്രെയിനിങ് ഇൻ സെൽഫ് കൺട്രോൾ, അല്ലെ? സെൽഫ് കൺട്രോളിൽ സ്വയം നിയന്ത്രിക്കുന്നതിലുള്ള ട്രെയിനിങ് ആണ് എന്ത് ഡിസിപ്ലിൻ എന്ന് പറയുക. സ്വയം നിയന്ത്രിക്കുന്നതിൽ ഉള്ള ട്രെയിനിങ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുക. ഒന്നുകൂടെ മനസ്സിലൊന്ന് ഉറച്ചു പറഞ്ഞാൽ എന്താണ്? സ്വയം നിയന്ത്രിക്കുന്നതിനുള്ള ട്രെയിനിങ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സ്വയം നിയന്ത്രിക്കുന്നതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് വേരിയസ് പല സ്ഥലങ്ങളിൽ, അല്ലേ? ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ക്ലാസ്സിൽ ടീച്ചർമാരും ഇല്ല, നമ്മൾ കുഞ്ഞുങ്ങളാണ്, നമ്മൾ നല്ല രീതിക്ക് ഒച്ചപ്പാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ടീച്ചറിന്റെ കാൽപെരുമാറ്റം കേൾക്കുകയോ ടീച്ചർ വന്ന് ഇങ്ങനെ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ഡിസിപ്ലിൻഡ് ആവും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് നിശ്ചലരാവും, അല്ലെങ്കിൽ നമ്മൾ ഒച്ച ഉണ്ടാക്കൽ മതിയാക്കും. കാരണം എന്താ? അത് നമ്മൾ ശീലിക്കപ്പെട്ടിരിക്കുന്ന, കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണ്, അല്ലേ? ദർ ആർ സം റൂൾസ് ആൻഡ് ആ റൂൾസിന് എന്തുണ്ട്? അതിന് കൺസിസ്റ്റൻസ് ഉണ്ട്, അല്ലേ? എപ്പോഴും ആ റൂൾസ് അങ്ങനെയാണ്. ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ അച്ചടക്കം പാലിക്കണം, ഒച്ച ഉണ്ടാക്കാൻ പാടുക, റൂളാണ്, അല്ലേ? അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടി അവനെ സ്വയം നിയന്ത്രിക്കണം. അവനെ സംബന്ധിച്ച് എപ്പോഴും ഒച്ച ഉണ്ടാക്കാനും അല്ലെങ്കിൽ കളിചിരിയിൽ ഏർപ്പെടാനുമുള്ള ഒരു സഹജ വാസനയുണ്ട്. അതിൽ നിന്നും അവൻ സ്വയം നിയന്ത്രിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിസിപ്ലിൻ എന്ന് പറയാ. എന്താ മക്കളെ? ഡിസിപ്ലിൻ ഈസ് ദ ട്രെയിനിങ് ഇൻ സെൽഫ് കൺട്രോൾ ആൻഡ് അത് എന്തിനു സഹായിക്കുന്നു? ആൻഡ് ആൾസോ മോൾഡ് സ്ട്രെങ്തൻസ് ഓർ പെർഫെക്ട്സ് അവർ ബിഹേവിയർ. നമ്മുടെ പെരുമാറ്റത്തിനെ മോൾഡ് ചെയ്യുന്നു, രൂപപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു, അതുപോലെ പെർഫെക്റ്റ് ആക്കുന്നു. ആർക്ക്? സമൂഹത്തിന് പെർഫെക്റ്റ് ആക്കുന്നു. ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പെർഫെക്റ്റ് ആക്കുന്നു. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അല്ലെ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയും, അല്ലേ? അതെ, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ശീലിക്കണം, അല്ലേ? മറ്റുള്ളവരെ കെയർ ചെയ്യാൻ ശീലിക്കണം, അല്ലേ?
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം സെറ്റാക്കുന്ന സാധനത്തെ നമ്മൾ എന്ത് പറയാ, ഡിസിപ്ലിൻ എന്ന് പറയാ അല്ലെ. എന്താണ് ഒന്നുകൂടെ നോക്കാം. ഡിസിപ്ലിൻ ഇസ് എ ട്രെയിനിങ് ഇൻ സെൽഫ് കൺട്രോൾ ആൻഡ് ഇറ്റ് ഓൾസോ മോൾഡ്സ് സ്ട്രെങ്തൻസ് ഓർ പെർഫെക്ട്സ് അവർ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിന് അല്ലെ. നോക്കാം. ദ മെയിൻ പർപ്പസ് ഓഫ് ഡിസിപ്ലിൻ ഈസ് ടു ട്രെയിൻ ചിൽഡ്രൻ ഫോളോ ദ റൂൾസ് ലെയ്ഡ് ഡൗൺ ബൈ പീപ്പിൾ ഇൻ അതോറിറ്റി. എന്താണ് ശ്രദ്ധിക്കുക. ഡിസിപ്ലിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? കുട്ടികളെ എന്താണ് റൂൾസ് ഫോളോ ചെയ്യാൻ. ആര് ഇട്ട റൂൾസ്? അതായത് നമ്മൾ അതോറിറ്റി ഉള്ള ആൾക്കാർ. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ആർക്ക് അതോറിറ്റി ഉള്ളത്? ടീച്ചർക്ക് അതോറിറ്റി ഉണ്ട് അല്ലേ. വീട്ടിലാണെങ്കിൽ ആർക്ക് അതോറിറ്റി ഉണ്ട്? നമുക്ക് അതോറിറ്റി ഉണ്ട് അല്ലേ. അതുപോലെ നാട്ടിലോ, ഇപ്പോഴത്തെ കുട്ടികൾ നാട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു കാലത്തിലാണെന്നുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിന് സമയത്തൊക്കെ നമ്മൾ 2.5 കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ 50 പൈസ 25 പൈസ കൊടുത്താൽ നമുക്ക് ബസ്സിൽ കയറി ഇറങ്ങാം. അപ്പോൾ ബസ്സിൽ കയറിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബസ്സിൽ കയറി നമുക്ക് തോന്നുന്ന പോലെ പെരുമാറാൻ പറ്റുമോ? പറ്റില്ല. അവിടെ എന്താണ്? അവിടെ ആരാ ഈ പറഞ്ഞ അതോറിറ്റിയുള്ള ആൾക്കാർ? നമ്മുടെ നാട്ടുകാരല്ല അല്ലേ. നമ്മുടെ നാട്ടുകാരെല്ലാം നമ്മൾ ഒരു തരത്തിൽ പാരന്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ജീവിക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു തരത്തിൽ. ഓക്കെ, അപ്പൊ നോക്കാം. ദ മെയിൻ പർപ്പസ് ഓഫ് ഡിസിപ്ലിൻ ഈസ് ടു ട്രെയിൻ ചിൽഡ്രൻ ഫോളോ ദ റൂൾസ് ലെയ്ഡ് ഡൗൺ ബൈ പീപ്പിൾ ഇൻ അതോറിറ്റി അല്ലെ. അതോറിറ്റിയിലുള്ള ആൾക്കാർ ഇട്ടുവച്ചിരിക്കുന്ന ആ പറഞ്ഞ നിയമങ്ങൾക്കനുസരിച്ച് കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്കിന്റെ വ്യക്തമായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അവനൊരു നല്ല സാമൂഹ്യ ജീവിയായിട്ട് വളർന്നു വരണം അല്ലേ. ഓക്കെ, ഡിസിപ്ലിൻ വിൽ അഫക്ട് ദ വേ ഇൻ വിച്ച് ദ ചിൽഡ്രൻ ബിഹേവ് ആൻഡ് ദെയർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഡിസിപ്ലിൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക്, മോശമാണെന്നുണ്ടെങ്കിൽ മോശം രീതിക്ക് അല്ലേ. എങ്ങനെ? ഡിസിപ്ലിൻ വിൽ അഫക്ട് ദ വേ ഇൻ വിച്ച് ദ ചിൽഡ്രൻ ബിഹേവ് അല്ലെ. ഒരു കുട്ടി ബിഹേവ് ചെയ്യുന്ന വഴിയെ കൃത്യമായിട്ട് അവൻ വളർത്തപ്പെടുന്ന ഡിസിപ്ലിൻ ബാധിച്ചിരിക്കും. ഉറപ്പാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അതുപോലെ ആൻഡ് ദെയർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട് കുട്ടിക്ക്, അതുപോലെ ഇമോഷണൽ വൈകാരികമായ ഡെവലപ്മെന്റ് ഉണ്ട് അല്ലേ. ഇതിലെല്ലാത്തിലും ഡിസിപ്ലിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ഡയറക്ട് ദ ചിൽഡ്രൻസ് എനർജീസ് ഇൻ ടു യൂസ്ഫുൾ ആൻഡ് സോഷ്യലി അക്സെപ്റ്റബിൾ ചാനൽസ്. മറ്റൊരു കാര്യത്തിലും ഡിസിപ്ലിൻ സഹായിക്കുന്നുണ്ട്. എന്തിനാണ്? കുട്ടിയുടെ എനർജി അല്ലേ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചാനൽസിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടി ഡിസിപ്ലിൻ സഹായിക്കുന്നു അല്ലെ. ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ എനർജി കൊണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യലി അക്സെപ്റ്റബിൾ ആകണമെന്നില്ല അല്ലേ. അവൻ പോയി കഞ്ചാവ് മേടിച്ച് കഞ്ചാവ് വലിച്ച പണിവാളിയില്ലേ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാം മനസ്സിലാക്കി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഡിസിപ്ലിൻ ഈസ് എ ട്രെയിനിങ് ഇൻ സെൽഫ് കൺട്രോൾ അല്ലേ. സെൽഫ് കൺട്രോളിൽ കുട്ടിക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയാം. അതുപോലെ ഡിസിപ്ലിൻ എന്തിനാണ് സഹായിക്കുന്നു? നമ്മളെ സ്വഭാവത്തെ മോൾഡ് ചെയ്യാനും അത് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ പെർഫെക്റ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ ദ മെയിൻ പർപ്പസ് ഓഫ് ഡിസിപ്ലിൻ എന്താണ്? ടു ട്രെയിൻ ദ ചിൽഡ്രൻ ഫോളോ ദ റൂൾസ് ലെയ്ഡ് ഡൗൺ ബൈ പീപ്പിൾ ഇൻ അതോറിറ്റി അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് എന്താണ് കാര്യമെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇവിടെ ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് ഇതേ സെന്റൻസ് ആയിരിക്കണം യാതൊരു നിർബന്ധമില്ല കേട്ടോ. സെന്റൻസ് ഒക്കെ അവർ മാറ്റിയിട്ട് ആപ്ലിക്കേഷൻ പോലെ ചോദിക്കാം. ഇതിനിടയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കാം. അപ്പോൾ നമുക്ക് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗുഡ് ഡിസിപ്ലിൻ, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ, ടു മച്ച് ഡിസിപ്ലിൻ, ഈ 3 കാര്യങ്ങളും നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലേ. ഒരു പക്ഷേ നമ്മളൊരു സ്കൂളിലോ അല്ലെങ്കിൽ അംഗനവാടിയിലോ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറേ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ, ഒരു പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ നിങ്ങൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ 3 തരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഗുഡ് ഡിസിപ്ലിൻ? ഗുഡ് ഡിസിപ്ലിൻ മേക്സ് ദ ചിൽഡ്രൻ ഫീൽ സെക്യൂർ, ഹെൽപ്പ് ദം ടു ബിഹേവ് ഇൻ എ വേ അക്സെപ്റ്റബിൾ ടു അതേഴ്സ്. എന്തൊക്കെയാണ് മക്കളെ? ഗുഡ് ഡിസിപ്ലിൻ, നല്ല ഡിസിപ്ലിൻഡ് ആയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനൊരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടാകും. ഓക്കെ, അവനൊരു സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്ന കുട്ടിയായിരിക്കും. ആൻഡ് ആൾസോ ഹെൽപ്പ് ദം ടു ബിഹേവ് ഇൻ എ വേ അക്സെപ്റ്റബിൾ ടു അതേഴ്സ് അല്ലേ. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കുട്ടിയെ ഡിസിപ്ലിൻഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നമ്മളൊരു കല്യാണം വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ 2 കുട്ടികൾ വരുന്നു. ഒരു കുട്ടി അവിടെ കിടന്ന് നല്ല ബഹളം ഉണ്ടാക്കുന്നു. നമ്മൾ മിണ്ടാടാന്ന് പറഞ്ഞാൽ പോടാ പട്ടി എന്ന് തിരിച്ചു പറയുന്നു. ഹീസ് നോട്ട് ഡിസിപ്ലിൻഡ് അല്ലേ. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡിസിപ്ലിൻ അവന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവൻ ആ രീതിക്ക് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവനെ മറ്റൊരു ഡിസിപ്ലിൻ ഗൈഡ് ലൈൻസിൽ വളർത്തിക്കൊണ്ട് വളർന്നു വന്നതിന് ശേഷമായിരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവൻ തല്ലുന്നത്. ഇല്ല, അവൻ അനുസരിക്കില്ല. ഹീസ് നോട്ട് ഗുഡ് ഡിസിപ്ലിൻഡ് അല്ലേ. അപ്പം നോക്ക് നല്ലൊരു ഡിസിപ്ലിൻ ഉള്ള കുട്ടി, 2ാമത്തെ കുട്ടി എന്ത് ചെയ്യുന്നു? ആ കുട്ടി അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല, ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ നോക്കുന്നുണ്ട്.
ബാക്കി ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അല്ലേ. അപ്പോൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടാണ് ആ കുട്ടി പെരുമാറുന്നത്. അപ്പോൾ അത് ഗുഡ് ഡിസിപ്ലിൻ്റെ ലക്ഷണമാണ് അല്ലേ. അതുപോലെ ഇറ്റ് ടീച്ചേഴ്സ് ദം വാട്ട് ഈസ് സേഫ് ആൻഡ് അൺസേഫ് ആൻഡ് ഹെൽപ്സ് ദം ടു ഡെവലപ്പ് സെൽഫ് കൺട്രോൾ അല്ലേ. ഈ നല്ലൊരു ഡിസിപ്ലിൻഡായ കുട്ടിയെ ആ ഡിസിപ്ലിൻ എന്താ പഠിപ്പിക്കുന്നത്, എന്താണ് സേഫ് എന്താണ് അൺസേഫ് എന്നും അതുപോലെ എന്താണ് അവർക്ക് സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാനും വേണ്ടി അവരെ പഠിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കുട്ടി ആവട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ ഒരു കുട്ടി പ്രസവിച്ചു വീണു. പി കെ എന്ന സിനിമയിൽ, ആ സിനിമയിൽ ഉള്ള ആ ക്യാരക്ടറിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അയാൾ അന്യഗ്രഹത്തിൽ ഇങ്ങോട്ട് വന്നതാണ്, ഒന്നും അറിയില്ല. ഹി ഡസൻറ്റ് നോ എനിത്തിങ് അറ്റ് ഓൾ അബൌട്ട് ദിസ് വേൾഡ്, അബൌട്ട് ദിസ് എർത്ത്. ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ സങ്കല്പിക്കുക. അങ്ങനെ ഒരു കുട്ടി റോഡിൽ നടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക, അവന് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ കാണുന്ന സാധനം അവൻ എടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാവുക. നമ്മൾ വീട്ടിൽ മറ്റൊരു കുട്ടി, വളർന്നു വരുന്ന കുട്ടി, ഇവന് വിശക്കുന്ന സമയത്ത് മാത്രമല്ല ഈ സാധനങ്ങൾ എടുത്ത് വായിടുന്ന സ്വഭാവം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സാധനം എടുക്കുന്ന സ്വഭാവം ഇവനുണ്ടെന്ന് വെച്ചോളൂ. പുറത്ത് പോയാലും ഇവ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ കുഴപ്പമുണ്ടാകുമെന്നും അല്ലേ, അത് സേഫ് അല്ല എന്നും, അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റുള്ള ഒരാളുടെ സാധനം നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു മോറൽ ഏത് വഴിയാണ് നമ്മൾ കൊടുക്കുന്ന കുട്ടിക്ക്, ഗുഡ് ഡിസിപ്ലിൻ വഴിയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവൻ ആ സാധനം എടുക്കാനുള്ളൊരു ത്വരയുണ്ടാവും, ഒരു അഭിവാഞ്ച ഉണ്ടാവും, പക്ഷെ അവൻ എന്ത് ചെയ്യും, അതിനെ സെൽഫ് കൺട്രോൾ ചെയ്യും അല്ലേ. അതാണ് പറഞ്ഞത്, ഇറ്റ് ടീച്ചേഴ്സ് ദം വാട്ട് ഈസ് സേഫ് ആൻഡ് അൺസേഫ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് സെൽഫ് കൺട്രോൾ അല്ലേ. നല്ല ഡിസിപ്ലിൻഡായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാനും അവനെ സഹായിക്കുമെന്നുള്ളതാണ്. എന്താ സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ അത്യാവശ്യമാണ് ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണമെന്നുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ത്വരകളുണ്ട്, നമുക്ക് ഒരുപാട് അഭിവാഞ്ചകളുണ്ട്, അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സമൂഹത്തിൽ ജീവിച്ചു പോകാൻ പറ്റത്തില്ല, സാമൂഹ്യ ജീവിയാകാൻ പറ്റത്തില്ല. അപ്പോൾ സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്ന കുറേ ആൾക്കാർ നമ്മൾ പറയാം, ഇവൻ സാമൂഹ്യ വിരുദ്ധനാണ്. കാര്യം എന്താ, അവൻ സമൂഹമായിട്ട് ജീവിക്കണം താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവൻ അടുത്തിരിക്കുന്നവനെ ഞോണ്ടുന്നവനാണ്, അല്ലെങ്കിൽ അവൻ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നവനാണ്, അല്ലെങ്കിൽ അവൻ മറ്റുള്ള ആൾക്കാരൊക്കെ അവൻ സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ് ഡിസിപ്ലിൻ അല്ല അവർ. അപ്പൊ നോക്കാം എന്താ ഗുഡ് ഡിസിപ്ലിൻ മേക്സ് ദാറ്റ് ചിൽഡ്രൻ ഫീൽ സെക്യൂർ. കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കുട്ടി അവൻ സെക്യൂരിറ്റി ഫീൽ ചെയ്യും. കാര്യം എന്താ, അവൻ സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്, മറ്റുള്ളവർക്ക് അവൻ അക്സെപ്റ്റബിൾ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് അവൻ എന്തുണ്ടാവും, ഹീൽ ഹാവ് എ ഫീൽ ഓഫ് സെക്യൂരിറ്റി അല്ലേ. അതുപോലെ ഗുഡ് ഡിസിപ്ലിൻ ഹെൽപ് ദം ടു ബിഹേവ് ഇൻ എ വേ അക്സെപ്റ്റബിൾ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് അവരെ ബിഹേവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ എന്താണ് ചെയ്യാവുന്നതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലാതെന്നും അവനെ പഠിപ്പിക്കും. അതുപോലെ അവന് സെൽഫ് കൺട്രോൾ ഉണ്ടാക്കാനും ഗുഡ് ഡിസിപ്ലിൻ സഹായിക്കും. അപ്പോൾ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഞാൻ പറയുകയോ വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് കേട്ടിരിക്കുക, കാര്യം ചോദ്യം വരുമ്പോഴത്തേക്കും ഡൗട്ടായിരിക്കാൻ വേണ്ടിയാണ്. നോക്കാം. ലാക്ക് ഓഫ് ഡിസിപ്ലിൻ റിസൾട്ട്സ് ഇൻ എ ചൈൽഡ് ഹു ഈസ് ലൈക്ലി ടു ബി ഇൻസെക്യൂർ അല്ലേ. അവൻ ഗ്രീഡി ആയിരിക്കും, അവൻ അത്യാഗ്രഹി ആയിരിക്കാൻ സാധ്യതയുണ്ട്, ഡിസൊബീഡിയന്റ് ആയിരിക്കും, അവൻ അനുസരിക്കാൻ സാധ്യതയില്ല, നോൺ കോപ്പറേറ്റ് അവൻ സഹകരിക്കാൻ സാധ്യതയില്ല, റൂഡ് ആയിരിക്കും, അവൻ ക്രൂരനാകാൻ സാധ്യതയുണ്ട്, അവൻ സെൽഫിഷ് ആകാൻ സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് ഡിസിപ്ലിൻ റിസൾട്ട്സ് ഇങ്ങനെയെല്ലാം ഉള്ള റിസൾട്ടാണ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഉണ്ടാവുക. എന്താ അത്യാഗ്രഹി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം കണ്ടാൽ അവന് തന്നെ വേണം, എനിക്ക് വേണം. ഡിസബോഡിയൻ്റ്, മോനെ മിണ്ടാതിരിക്കുകയല്ല അല്ലേ. നോൺ കോപ്പറേറ്റീവ്, മോനെ ഇനി വാടാ നമുക്ക് ഈ കാര്യം ചെയ്യാം, എനിക്കൊന്നും പാടില്ല, എനിക്ക് വേറെ കാര്യം ഉണ്ടെന്ന് അവൻ പോകും, അവൻ കോപ്പറേറ്റ് സഹകരിക്കില്ല. അതുപോലെ അവൻ റൂഡായിരിക്കും, മറ്റുള്ളവരോട് അവൻ പക്ഷേ ക്രൂരമായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട്, അവൻ സെൽഫിഷ് ആയിരിക്കും, അവൻ സ്വാർത്ഥനായിരിക്കാൻ സാധ്യതയുണ്ടല്ലേ. ഡിസിപ്ലിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, കമ്പെടുത്ത് അടിക്കലല്ല ഡിസിപ്ലിൻ. ശ്രദ്ധിക്കുക, ഒരു കമ്പെടുത്ത് ഇടാതെ ഇങ്ങനെ ചെയ്യുക അടിക്കലല്ല ഡിസിപ്ലിൻ. ഒരുപാട് തലങ്ങളുണ്ട് ഡിസിപ്ലിൻ. നമുക്ക് ഓരോ കാര്യങ്ങളും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നോക്കാം. ഇനി ടൂ മച്ച് ഡിസിപ്ലിൻ. എന്താ ടൂ മച്ച് ഡിസിപ്ലിൻ വന്ന കുഴപ്പം? ടൂ മച്ച് ഡിസിപ്ലിൻ കോസസ് ദ ചൈൽഡ് ടു ബി മിസറബിൾ ആൻഡ് പുട്ടിങ് ടു many expectations on the child can harm the relationship between the child and the parent. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ആകാശമിഠായി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആകാശമിഠായി എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുമ്പോൾ നല്ലൊരു സിനിമയാണ് കേട്ടോ. കാര്യം പക്ഷേ ആ സിനിമ വിജയിച്ചില്ല, കൊമേഴ്ഷ്യലി എനിക്ക് തോന്നുന്നു അത് പരാജയപ്പെട്ടു തോന്നുന്നു. അതിനകത്ത് ജയറാമാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ജയറാമിന് മകനുണ്ട് ആകാശ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ജയറാമിൻ്റെ സുപ്പീരിയർ ഓഫീസറായിട്ടുള്ള ഒരു ആളുണ്ട്, കലാഭവൻ ഷാജുവാണ് ചെയ്തേക്കുന്നത് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മകനുണ്ട് വിവേക് എന്ന അതിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിനെ ഇങ്ങനെ ശിക്ഷിച്ച് പഠിപ്പിച്ച് ഭയങ്കര ഡിസിപ്ലിൻഡായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. നിങ്ങളെല്ലാവരും കാണാൻ പറ്റും, കാണുക കേട്ടോ.
അപ്പോൾ എന്താ ടു മച്ച് ഡിസിപ്ലിൻ? ഒരുപാട് അമിതമായാൽ അമൃതവും വിഷവും എന്ന് പറയത്തില്ലേ, അതാണ് പ്രശ്നം. എന്താണ് ടു മച്ച് ഡിസിപ്ലിൻ കോസസ് ദ ചൈൽഡ് ടു ബി മിസറബിൾ. അവന് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റുകയില്ല പലപ്പോഴും, അല്ലേ? ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് അവനിൽ നിന്നും കൂടുതൽ അവൻ്റെ അച്ഛനും അവൻ പ്രതീക്ഷിക്കുന്നു എന്ന് തോന്നുമ്പോഴത്തേക്കും അവൻ അതിൽ നിന്നൊക്കെ പൊട്ടിച്ച് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തിനെ ബാധിക്കും? അത് പ്രധാനമായിട്ടും ടു മച്ച് ഡിസിപ്ലിൻ എന്തിനെ ബാധിക്കും? ഹാം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദ പാരന്റ്, അല്ലേ? ചൈൽഡും പാരന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോകാനുള്ള സാധ്യത എവിടെയുണ്ട്? ടു മച്ച് ഡിസിപ്ലിൻ ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നോക്കാം. ഗുഡ് ഡിസിപ്ലിൻ എന്താണെന്ന് നമുക്ക് അറിയാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ കൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാം. ടു മച്ച് ഡിസിപ്ലിൻ ആയാലും എന്താണ് പ്രശ്നം ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ്? കുട്ടി മിസറബിൾ ആയി പോകും, അവന് സഹിക്കാൻ പറ്റാതായി പോവും. അതുപോലെ അതിൻ്റെ കാരണം കൊണ്ട് തന്നെ അവനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ഇത്രയേ ഉള്ളൂ. ആ ഒരു സിനിമയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് അപ്പുറത്തേക്ക് അവന് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനെ അവനെ ഫോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അവന് താങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം എപ്പോഴാണ് ഡിസിപ്ലിൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കുട്ടി മനസ്സിലാക്കേണ്ടത് അച്ഛൻ എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അത്രയും പ്രായമാകുമ്പോൾ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കുട്ടിയെ. ഓക്കെ, അപ്പോൾ അതിനെവിടെയും പ്രശ്നം എന്താണ്? ടു മനി എക്സ്പെക്ടേഷൻസ് ആണ് ആ കുട്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ തലയിലേക്ക് നമ്മൾ കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ അതിനെ ടു മച്ച് ഡിസിപ്ലിൻ എന്ന് പറയും. അത് എപ്പോഴും എന്തിനെ ബാധിക്കും? കുട്ടിയും പാരന്റ് തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് എപ്പോഴാണ് ഡിസിപ്ലിൻ തുടങ്ങുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ഡിസിപ്ലിൻ ക്യാൻ ബിഗിൻ വെൻ എ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം ഓർ ഹർ. ഇത്രയേ ഉള്ളൂ. കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛനോ അമ്മയോ എന്നിൽ നിന്നെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമുക്ക് ഈ സമയം മുതലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അറിയുന്ന പ്രായം, അവൻ അറിയാറായി, ഇനി അവനെ പറഞ്ഞ വഴിക്ക് കൊണ്ടുവരണം. ഇറ്റ് ഡസൻ മീൻ അവൻ തിരിച്ച് സംസാരിക്കാറായെന്നുള്ള അല്ലേ? എപ്പോഴാണ് മോനെ നീ വാ അങ്ങോട്ട് കയറരുത്, അല്ലേ? അങ്ങോട്ട് കയറരുത് മോനെ, കയറിയാൽ വീഴും. ഇതൊരു ഡിസിപ്ലിനാണ്. നമ്മൾ എന്താണ്, നമുക്ക് കുട്ടി ഇങ്ങനെ ബെസ്റ്റ് നടക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നടക്കാൻ തുടങ്ങുന്ന സമയത്ത് നല്ല തെറ്റുള്ള സ്ഥലത്ത് നമുക്ക് എന്താണ്, ഇവൻ സ്റ്റെപ്പ് വലിഞ്ഞ് കയറാൻ പോകും. നമ്മൾ പറയുന്നു മോനെ കയറൽ വീഴും. ഇത് അവന് മനസ്സിലാകുന്ന പ്രായമുണ്ട്, മനസ്സിലാകാത്ത പ്രായമുണ്ട്, അല്ലേ? മനസ്സിലാകാത്ത പ്രായത്തിൽ എത്ര പറഞ്ഞില്ല അവൻ കയറിപ്പോവും. മനസ്സിലാകുന്ന പ്രായത്തിൽ നമ്മൾ പറയേണ്ട രീതിക്ക് പറഞ്ഞാൽ അവൻ കയറുന്നതിന് മുന്നേ ചിലപ്പോൾ ഒന്ന് ആലോചിക്കും, അല്ലേ? അല്ലെങ്കിൽ പിന്നെ അപ്പോൾ അവനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവൻ അറിയാം അച്ഛൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ കയറാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. അത്ര മനസ്സിലാക്കാൻ അവൻ എപ്പോൾ തുടങ്ങുന്നോ അത് മുതൽ നമുക്ക് ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യാം. ബൈ ദ ഏജ് ഓഫ് 1 year എ ചൈൽഡ് വിൽ അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് നോ and will begin to be aware of that he or she cannot do, അല്ലേ? എന്തൊക്കെ അവന് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് അവന്മാർക്ക് വ്യക്തമായ ധാരണ 1 വയസ്സ് തൊട്ടേ ഉണ്ടാവും എന്നുള്ളതാണ്. ശ്രദ്ധിക്കും മക്കളെ, 1 വയസ്സ്, ഇത് മറന്നുപോലെ കേട്ടോ. 1 വയസ്സേ ബൈ ദ ഡാഷ് ഏജ് എ ചൈൽഡ് വിൽ അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് നോ ആൻഡ് വിൽ ബിഗിൻ ടു ബി അവെയർ ഓഫ് ദാറ്റ്. എന്താണ്? വാട്ട് ഹി ഓർ ഷീ ക്യാൻ ഓർ കനോട്ട് ഡു. ഇത്രയും ചോദ്യം ഡാഷ് ഇട്ട 1 year 6 months 2 year അങ്ങനെ ചോദ്യം വരാം, അല്ലേ? നല്ലൊരു പോയിന്റാണ് കേട്ടോ. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. എനിക്ക് ഇഷ്ടം തോന്നുന്നൊരു കാര്യമാണ്. കാര്യം നമുക്കിപ്പോൾ 1 year എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ലെങ്കിലും പരീക്ഷ കാലം ചെല്ലുമ്പോൾ 6 മാസം ആണോ 1 year ആണോ 2 വയസ്സാണോ 2 വയസ്സ് 1 വയസ്സിലെ കൊച്ചിന് എന്ത് സമയം ഇങ്ങനെ എന്തിച്ചാൽ പോയി. ഇവിടെ കേട്ടോ മക്കളെ, 1 വയസ്സ് ബൈ ദ ഏജ് ഓഫ് 1 year എ ചൈൽഡ് വിൽ അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് നോ പാടില്ല മക്കളെ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകും. അത് ഇത് 1 year അല്ലേ? 1 വയസ്സിൽ. അതുപോലെ അവൻ മറ്റെന്ത് കാര്യങ്ങൾ, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാമെന്നും എന്ത് ചെയ്യാൻ പാടില്ലെന്നതിനെ കുറിച്ചുള്ള അവയർനെസ് അവന് 1 വയസ്സിലെ ഉണ്ടായി തുടങ്ങും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ആഫ്റ്റർ ദിസ് ഏജ് വിത്ത് ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ ചൈൽഡ് ഗ്രാജുവലി ബിക്കംസ് അവെയർ ഓഫ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം. ഇതിനുശേഷം അപ്പം നോ മനസ്സിലാക്കുന്ന 1ാമത്തെ വയസ്സിൽ, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവന് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ് എന്നിൽ നിന്നും എൻ്റെ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അത് പലതരത്തിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ബാധിക്കാം. അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് നമ്മൾ ഡിസിപ്ലിൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഡിസിപ്ലിൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലായി. ഒരു പ്രോബ്ലം നമുക്ക് ശ്രദ്ധിക്കാം. പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ PSC പലപ്പോഴും ആപ്ലിക്കേഷനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഒരു സിറ്റുവേഷൻ, നിങ്ങൾ പാരൻ്റ് ആണ്. സപ്പോസ് യുവർ യങ്ങർ കിഡ് ഡിസ്റ്റർബ്സ് യു എൽഡർ ബോയ്, അല്ലേ? നിങ്ങളുടെ മൂത്ത കുട്ടിയെ അനോയ് ചെയ്യുന്നു. അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താടാ എന്ന് വേണ്ട ഒരു 2 മാന്തക്കൊക്കെ മന്തിട്ട് അവൻ ഓടിക്കളഞ്ഞു. അപ്പോൾ മൂത്ത എന്ത് ചെയ്യും? അമ്മ ഇവ എന്ത് ചെയ്യുന്നു, ഇവ എന്നെ മാന്തി, എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് മറ്റവൻ 1 വയസ്സേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ
നമ്മൾ ഈ PSC പരീക്ഷ നമ്മൾ ഉത്തരം എഴുതേണ്ടതായിട്ട് വരും. പലതരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഉത്തരം എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ഉത്തരം എഴുതാം? ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം എന്താണ്? മിണ്ടാതിരിക്കാം അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൊച്ചല്ലേ നീ മിണ്ടാതിരിടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവൻ രണ്ട് വഴക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നീ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നോക്കാം, നമുക്ക് ഈ സിറ്റുവേഷൻ റിസോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് വ്യക്തമായുള്ള ധാരണ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻ ക്യാൻ സ്റ്റാർട്ട് വെൻ ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് എക്സ്പെക്ടേഷൻസ്. കണ്ടോ, ഡിസിപ്ലിനെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? കുട്ടികൾ എക്സ്പെക്ടേഷൻ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിപ്ലിൻ തുടങ്ങാൻ പറ്റും. ബൈ 1 year old ചിൽഡ്രൻ സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് നോ ആൻഡ് ബിഹേവിയർ ബൗണ്ടറീസ്. അല്ലെ, അവൻ എന്ത് ചെയ്യാൻ പാടില്ലെന്നും എവിടെയൊക്കെ അവൻ എങ്ങനെയൊക്കെ ഏറെക്കുറെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവൻ 1 വയസ്സ് തൊട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ 1 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പാരന്റൽ ആക്ഷൻ നോക്കാം. ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട ആക്ഷൻ എന്താണ്? എന്ത് ചെയ്യണം? ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വേണ്ട എൻ്റെ കാര്യം വിടും. ശരിക്കും ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? അക്നോളജ് ദ കംപ്ലൈൻറ്റ് ആൻഡ് റീഅഷ്യൂർ ദ എൽഡർ സിബ്ലിംഗ്. അതാണ്, മൂത്തവനെ വിളിച്ച് ഓക്കെ അവൻ നിന്നെ തല്ലിയോ അല്ലെങ്കിൽ നിന്നെ ഞോണ്ടിയോ നമുക്ക് അവനോട് ചോദിക്കാം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ കുട്ടിയോട് പറയാണ്, സാധാരണ പലപ്പോഴും സംഭവിക്കട്ടെ, അവൻ കൊച്ചല്ലേ നീ ഒന്നും മിണ്ടാതിരി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം എന്താ? ഒന്ന് മറ്റവൻ്റെ മനസ്സിൽ അതങ്ങോട്ട് ഇതാവില്ല. അവൻ കൊച്ചാണെങ്കിൽ ചില കാര്യങ്ങൾ കാണിച്ചാലും കുഴപ്പമില്ല എന്നൊരു സാധനം രജിസ്റ്റർ ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവൻ പിന്നെ ചിലപ്പോൾ കംപ്ലൈൻറ്റ് പറയണമെന്നില്ല. കംപ്ലൈൻറ്റ് അവൻ്റെ മനസ്സിൽ നിന്ന് വലുതാകാനോ അല്ലെങ്കിൽ വേറൊരു രീതിക്ക് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കുട്ടി കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമ്മൾ അക്നോളജ് ചെയ്യണം ആദ്യം. എന്താണ്? അയ്യോ അവൻ നിന്നെ അത് ചെയ്തോ നോക്കാം നമുക്ക്. അത് കഴിഞ്ഞ് ചെയ്യണം, ജെന്റ്ലി എക്സ്പ്ലെയിൻ ടു ദ യങ്ങർ ചൈൽഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ടൈം. 1 വയസ്സാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയാറുണ്ട്, ഞാൻ 2 വയസ്സുള്ള സമയത്ത് ഞാൻ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇത് ഇങ്ങനെയാണ് കാര്യം, ഇവന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ അവനെ വിളിച്ച് പറയാം, മക്കളെ ഇത് ഇങ്ങനെ, ചേട്ടനെ എന്ത് ചെയ്യാൻ പാടില്ല, ഞോണ്ടാൻ പാടില്ല, മക്കളിഞ്ഞ് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റിയിരുത്തുക. മറ്റേ കുട്ടിയുടെ അടുത്ത് 2 വഴക്ക് കൊടുക്കുന്നതായിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല. ജെന്റ്ലി എക്സ്പ്ലെയിൻ ദ യങ്ങർ ചൈൽഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ടൈം. അല്ലെ, അതുപോലെ സെറ്റ് ബൗണ്ടറീസ് ആൻഡ് എൻകറേജ് ക്വൈറ്റ് ആക്ടിവിറ്റീസ് ഫോർ ദ യങ്ങർ ചൈൽഡ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സിൽ അവന് ബൗണ്ടറീസ് ഉണ്ടാക്കി കൊടുക്കുക, അവന് കളിക്കാൻ വേറെ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. അല്ലേ, ഇതാണ് നമ്മൾ ആ സമയത്ത് എടുക്കേണ്ട പാരന്റൽ ആക്ഷൻ. അതുപോലെ പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ സിബ്ലിങ്സ്. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതിലിപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒന്ന് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. 2 എക്സ്പ്ലെയിൻ ചെയ്യുക. 1 വയസ്സ് കൂടുതലായ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പാരന്റൽ ആക്ഷൻസ്. ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായി. പ്രോബ്ലം അങ്ങനെ ചോദിക്കുന്നില്ല, എന്നാൽ കൂടിയും നമ്മുടെ NCERT പാഠപുസ്തകത്തിൽ ഇതുപോലൊരു പ്രോബ്ലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പാരന്റൽ പോയിന്റ് ഓഫ് വ്യൂയിലോട്ട് അത് മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ടെക്നിക്സ് ഓഫ് ഡിസിപ്ലിനിലേക്ക് പോവാം. നമ്മുടെ PYQs എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ടെക്നിക്സ് ഓഫ് ഡിസിപ്ലിൻ എന്നാണ്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ വരണമെന്നില്ല. അവരാണ് ആദ്യത്തെ കാര്യം കുറച്ച് ഡീറ്റെയിൽഡ് പറഞ്ഞു തന്നത്. എന്തായാലും 2 പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ. നോക്കാം, ഈച്ച് പാരന്റ് ഹാസ് ഡിഫറെൻറ്റ് വേസ് ടു ബ്രിങ് അപ്പ് ചിൽഡ്രൻ. അല്ലേ, കുട്ടികളെ വളർത്തുന്നവർ ഓരോരുത്തർക്കും അവരുടേതായ വഴികൾ ഉണ്ട്. ദ ടെക്നിക്സ് വിച്ച് ആർ യൂസ്ഡ് കോമൺലി ടു ഇൻക്ലൂഡ് ഡിസിപ്ലിൻസ് ആർ. ഏതൊക്കെയാണ്? അതോറിറ്റേറിയൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്, പെർമിസീവ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഡെമോക്രാറ്റിക് ഓർ അതോറിറ്റേറ്റീവ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്, നെഗ്ലക്റ്റ്ഫുൾ. ഇത് നമ്മുടെ NCERT ഡിസ്കസ് ചെയ്യുന്നില്ല, നെഗ്ലക്റ്റ്ഫുൾ എന്ന് പറഞ്ഞ ടെക്നിക്കിനെ കുറിച്ച്. അതുപോലെ NCERT അതോറിറ്റേറ്റീവ് എന്നുള്ള പേരുമില്ല. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തിട്ടാണ് ഒരു മൈൻഡുമില്ല, ഇങ്ങനെ നടക്കുന്ന അന്തകളല്ലേ ഉണ്ട്, നെഗ്ലക്റ്റ്ഫുൾ അല്ലേ. അപ്പോൾ ഓരോ മെത്തേഡ് നമുക്ക് നോക്കാം. മെത്തേഡ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളും അതിൽ ഏറ്റവും നല്ല കാര്യവും ഇത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അതോറിറ്റേറിയൻ ഡിസിപ്ലിനറി ടെക്നിക്സ്. അല്ലേ, അതോറിറ്റേറിയൻ നമ്മൾ ചാക്കോ മാഷിനെ മറന്നിരിക്കാൻ വഴിയില്ല. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് കണക്കിന് മാർക്ക് കുറഞ്ഞതിന് കൊച്ചിനെ അടിക്കുകയും അതുപോലെ അവനെ അതേപോലെ ശിക്ഷിക്കുകയും അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ തൻ്റെ മകൻ വരണമെന്ന് നിർബന്ധം പിടിക്കുകയും വാശി പിടിക്കുകയും അതുകൊണ്ട് തന്നെ ഒരു മകന്റെ ജീവിതം നശിച്ചു പോവുകയും ചെയ്തൊരു കഥയായിരുന്നു സ്പടികം എന്ന സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. നശിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവനൊരു ആന്റി സോഷ്യലായിട്ട് മാറുകയാണ്. അപ്പോൾ നോക്ക് മനസ്സിലാക്കുക, ഇത് ഒരു ചാക്കോ മാഷിന്റെ കഥയല്ല. ഒരു പക്ഷേ ആ ഒരു കാലയളവിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ചാക്കോ മാഷുമാരുടെ കഥയായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലയിടത്തും ഭദ്രനൊക്കെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭദ്രനാണ് അതിൻ്റെ സംവിധായകൻ കേട്ടോ.
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെയൊക്കെ കുട്ടിക്കാലത്താണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള പിതാക്കന്മാർ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സത്യമായ കാര്യമാണ്. നമ്മുടെ തന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പക്ഷേ അച്ഛനമ്മമാർ ഇതുപോലെ പെരുമാറുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ക എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാത്രമെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ സൈഡ് ഈ പറഞ്ഞ പോലെ നല്ലൊരു പൗരനായി വരാത്ത എക്സാമ്പിൾസ് പോലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ചാക്കോ മാഷമാരുടെ അല്ലെ കണ്ണ് തുറപ്പിച്ച ഒരു സിനിമയാണ് അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ടെക്നിക്സ്. നോക്കാം നമുക്ക്. കാര്യം എന്താണെന്ന് മനസ്സിലായെന്നെങ്കിൽ ഞാൻ പറയാൻ മനസ്സിലായില്ലേ എന്താ അവിടെ സംഭവിക്കുന്നത്? ദ അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ടെക്നിക്സ് ഈസ് വൺ വിത്ത് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്താണ് വിത്ത് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ചാക്കോ മാഷ് പറയുന്നു, നീ കണക്കിനും മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നീ മലയാളത്തിനും പാസ്സാവണ്ട, ചോപ്പ് വരെ ഇട്ടോ അല്ലെ. വിത്ത് സ്ട്രിക്റ്റ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അതോറിറ്റേറ്റീവ് അല്ല, അതോറിറ്റേറിയൻ അല്ലെ, അതോറിറ്റി നിന്റെ അധികാരി ഞാനാണ് അല്ലെ, നിന്റെ ഉടമ ഞാനാണ് എന്നൊരു അതോറിറ്റേറിയൻ മൈൻഡ് സെറ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. നോക്കാം. ദ അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ടെക്നിക്സ് ഓൺ വിത്ത് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നോ ഫ്രീഡം ഓഫ് ആക്ഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അവന് തീരുമാനിക്കാൻ കഴിയില്ല. നമ്മൾ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടേച്ചാ മതി. നീ മതി, അത് മതി, കൂടുതൽ ഇങ്ങോട്ട് ഡയലോഗൊന്നും വേണ്ട. ഇതാണ് പരിപാടി. നോ ഫ്രീഡം ഓഫ് ആക്ഷൻ. തോട്ട് അവന് ചിന്തിക്കാൻ അവകാശമില്ല. അതുപോലെ മൂവ്മെന്റ് ടു മച്ച് എംഫസൈസ് ഓൺ പെർഫെക്ഷൻ അല്ലെ. തോട്ട് അവന് ചിന്തിക്കാൻ അവകാശമില്ല. ആൻഡ് മൂവ്മെന്റ്സ് ചിന്തിക്കാനോ ചലിക്കാനോ അവകാശമില്ല. ആൻഡ് ടു മച്ച് എംഫസൈസ് ഓൺ പെർഫെക്ഷൻ അല്ലെ. പെർഫെക്ഷൻ, ആ പെർഫെക്ഷനിലേക്ക് വേണ്ടിയിട്ട് അതിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ തന്ത, ഈ അപ്പൻ എംഫസൈസ് ചെയ്തിരിക്കുന്നേ. അല്ലാതെ മകന് മറ്റേ കഴിവുണ്ടെന്നോ മറിച്ച കഴിവുണ്ടെന്നോ അത് മുറ്റ കാര്യമൊത്ത നമ്മൾ തോമാച്ചൻ ഒരു നല്ലൊരു ഇൻവെഷൻ കൊണ്ടുവരുമ്പോഴത്തേക്കും അല്ലേ അവനെ നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല അവനെ അപമാനിച്ചുകൂടെ വിടുന്ന ഒരു തന്തയായിരുന്നു നമ്മുടെ ചാക്കോ മാഷ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇവിടെ എന്താ അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ടെക്നിക്സ് എന്താണ്? ദ അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ടെക്നിക്സ് ഈസ് വൺ വിത്ത് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യതിചലിക്കാൻ പറ്റാത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ഉണ്ടായിരിക്കും. അവിടെ അവന് കുട്ടിക്ക് എന്തുണ്ടാവില്ല? ദർ ഈസ് നോ ഫ്രീഡം ഓഫ് ആക്ഷൻ. തോട്ടുണ്ടാവില്ല, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അനങ്ങാനുള്ള ചലിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അല്ലേ, അതൊന്നുമില്ല. There is constant criticism of wrong doings. അവനെ ഒരു കാര്യം തെറ്റായിട്ട് ചെയ്താൽ അവനെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അവനെ എന്ത് ചെയ്യും? അവനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ നീ അത് ചെയ്തല്ലേ, നീ നശിക്ക്, നീ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നോ റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരു റെസ്പെക്റ്റും ഇല്ല. അതുപോലെ കൺട്രോൾ ത്രൂ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ദ ഫോം ഓഫ് പണിഷ്മെന്റ്. കണ്ടോ, എക്സ്റ്റേണൽ ഫോമിൽ അല്ലേ, പുറമേ നിന്നുള്ള കൺട്രോൾ നമ്മൾ എങ്ങനെ പണിഷ്മെന്റിന്റെ രൂപത്തിൽ കൊടുക്കും അല്ലേ. പണിഷ്മെന്റ് അല്ലേ, ഇങ്ങനെ കെട്ടി അങ്ങോട്ട് നിൽക്കണമെന്ന് പറയും, അടിക്കും അല്ലേ, അങ്ങനെയുള്ള ഭീകരമായ പണിഷ്മെന്റ്. നോട്ട് ഇൻവോൾവിങ് ചിൽഡ്രൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓർ അതർ ആക്ടിവിറ്റീസ്. വീട്ടിലുള്ള ഒരു ആക്ടിവിറ്റീസിലും അവൻ എന്ത് കൊടുക്കത്തില്ല? ഡിസിഷൻ മേക്കിങ്ങിലോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിലും കുട്ടിയെ ഇൻവോൾവ് ചെയ്യിക്കത്തില്ല. ലിറ്റിൽ ഓർ നോ റെക്കഗ്നിഷൻ ഓർ അപ്രൂവൽ വെൻ ദ ചൈൽഡ് മീറ്റ്സ് ദ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് അവനൊരു അംഗീകാരം പോലും കൊടുക്കുകയില്ല. അതായത് എന്താണ്, അവൻ മലയാളത്തിന് മാർക്ക് മേടിച്ചല്ലേ തോമ മലയാളത്തിന് മാർക്ക് മേടിച്ചു, പക്ഷേ അതിന് പോലും അവൻ എന്ത് കൊടുത്തില്ല? അംഗീകാരം കൊടുത്തില്ല. കൊള്ളാം മോനെ, നീ മലയാളത്തിൽ മാർക്ക് മേടിച്ചല്ലോ, നീ പഠിക്ക്, നീ കണക്കിൽ ഇത്ര പാസ്സായാൽ മതി, നീ പഠിച്ചല്ലോ, ഇത് കൊടുക്കുകയില്ല. അവന് അവിടെ മലയാളത്തിൽ അവൻ എന്ത് ചെയ്തു? അവൻ്റെ സ്റ്റാൻഡേർഡ്, അവൻ എക്സ്പെക്ട് സ്റ്റാൻഡേർഡിൽ അവൻ എത്തി. പക്ഷേ അവിടെ പോലും അവൻ എന്ത് കൊടുത്തില്ല മക്കളെ? അംഗീകാരം കൊടുത്തില്ല, റെക്കഗ്നീഷൻ കൊടുത്തില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? റെക്കഗ്നീഷൻ അല്ലേ. ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, കൊള്ളാം മോനെ, നീ ചെയ്ത് നല്ല വണ്ടർഫുൾ വർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളിനെ ഞാൻ തോളി തട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എല്ലാവർക്കും വേണ്ടത്. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോൾ ഈ അംഗീകാരം കിട്ടും എന്താ ശരിക്കും സംഭവിക്കുന്നത് അറിയാമോ? നമ്മളെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ കെമിക്കൽ റിലീസ് ചെയ്യപ്പെടും. നമ്മളൊക്കെ ജീവിക്കുന്നത് ഡോപ്പമിന് വേണ്ടിയിട്ടാണ്. ഡോപ്പമിൻ നല്ല ഒരു ആഹാരം, ഒരു മീല് കഴിച്ചു, ഒരു ചായ കുടിച്ചു, അപ്പോഴതൊക്കെ നമുക്ക് എന്താ കിട്ടുക? ഡോപ്പമിനാ കിട്ടുക. കൊള്ളാടാന്ന് പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്തതല്ല, നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുക, നമ്മളൊരു കളി ജയിക്കുന്നു, ഡോപ്പമിനാ കിട്ടാം. മനസ്സിലായില്ലേ?
അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡോപ്പമീൻ നമുക്ക് ആവശ്യമാണ്, നിങ്ങളത് മനസ്സിലാക്കുക, എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു കുട്ടി മോൻ്റെ കാര്യം ചെയ്താൽ മോനെ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയണം, ഒന്ന് തട്ടി കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ ഹസ്ബൻഡിന് ആവശ്യമുണ്ട്, അല്ലെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ആവശ്യമുണ്ട്, അല്ലേ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആവശ്യം, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആവശ്യമുണ്ട് ഡോപ്പമീൻ, അല്ലേ അമ്മേ നിങ്ങൾ ഇതുവരെ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അമ്മയുടെ അടുത്ത് സ്നേഹമായിട്ട് ഒന്ന് സംസാരിക്കാൻ സമയം കിട്ടാത്ത, അല്ലെങ്കിൽ നമ്മളത് മറന്നുപോയി എന്ന് വിചാരിക്കുക. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു കൊച്ചുനാളിൽ നമ്മൾ എങ്ങനെയായിരുന്നടാ, എന്തിനും നമുക്ക് അമ്മ വേണമായിരുന്നല്ലേ, അമ്മയും അച്ഛനും വേണമായിരുന്നു. അപ്പോൾ നമ്മൾ വെറും ചുമ്മാ അമ്മയുടെ അടുത്തിരിക്കുക, അമ്മ എന്ന് വിളിച്ചുകൊണ്ട്, ഇത് ചെയ്യാത്ത ആൾക്കാർ, ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അമ്മയുടെ അടുത്തൊരു കളി പറയുക, അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പം നമുക്ക് ഈ കയ്യിലെ വേദന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ഒന്ന് കയ്യിലൊന്ന് തൊട്ട് നോക്കുക. അവർക്ക് ഡോപ്പമിൻ സർജ് ഉണ്ടാവും. ദേ വിൽ ഫീൽ ഹാപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും എന്ത് ചെയ്യണം മക്കളെ, അംഗീകരിക്കണം. നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചാൽ നമ്മളെ തിരിച്ചു എന്ത് ചെയ്യും, അംഗീകരിക്കും. റെക്കഗ്നീഷൻ വളരെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് അംഗീകാരവും സ്നേഹവും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ടെക്നിക്ക് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ്, അല്ലേ വേണ്ടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വലിയ ഗുണമൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു ടെക്നിക്കലാണ്. ഓക്കെ, ഇനി നോക്കാം. ചിൽഡ്രൻ ഹു ആർ സബ്ജക്ട് ടു അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ആർ ലൈക്ലി ടു ബി റെബലേസ് ആൻഡ് റിവോൾട്ടിങ്. കണ്ടോ, അവൻ ആടുതോമയെ പോലെ അവൻ റിബലായിട്ട് വളരും, അല്ലേ റിബലായിട്ട് അവൻ എന്തിനും വിപ്ലവം നയിക്കും, സാധ്യതയുണ്ട്, അല്ലേ ഇത്രയേ ഉള്ളൂ. നമുക്ക് കെട്ടാം, ഒരുപാട് വളച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഫീൽ ഡിഫറെന്റ് ദാറ്റ് വി മൈറ്റ് ലീഡ് ടു ദ ഫീലിംഗ് ഓഫ് ഗിൽട്ട്, ബിക്കം ഷൈ, അതുപോലെ സീക്രട്ടീവ്, ഡിസോണസ്റ്റ് ടു അവോയ്ഡ് പണിഷ്മെന്റ്, അല്ലേ അവൻ സംഭവം എന്താണ് എല്ലാം ഒളിച്ചു വയ്ക്കും, അതുപോലെ അവൻ കള്ളം പറയും, എന്താണ് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി കള്ളം പറയും, സസ്പീഷ്യസ് ആൻഡ് ഇൻട്രോവേർട്ട് ആയി മാറും, അല്ലെ അവന് എല്ലാ കാര്യത്തിലും സംശയമായിരിക്കും, അവൻ ഇൻട്രോവേർട്ട് ആയിരിക്കും. നമ്മുടെ മറ്റേ ഇപ്പോൾ വന്ന സിനിമയില്ലേ, ഏതാണ് നമ്മുടെ, ഞാൻ എന്തിനാ സിനിമയൊക്കെ പറയുന്നത്, നമ്മളെല്ലാം ജീവിതത്തിൽ ചേർന്നല്ലേ, നല്ല അടി കിട്ടുമെന്നാൽ വീട്ടിൽ പോയി കള്ളം പറയും നമ്മൾ, അല്ലേ പരീക്ഷ പേപ്പർ കിട്ടിയില്ല നമ്മൾ ചിലപ്പോൾ പരീക്ഷ പൂത്തിയിട്ടായിരിക്കും നമ്മൾ വരുന്നത്, അടി കിട്ടും, നല്ല അടി കിട്ടും, പരീക്ഷ പേപ്പർ കിട്ടിയില്ല, അവൻ കള്ളം പറയും, മനസ്സിലായില്ലേ. അപ്പോൾ അവൻ റെബലായിട്ട് വളരാൻ സാധ്യതയുണ്ട്, റിവോൾട്ടിംഗ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൊണ്ട് അതോറിറ്റി ഡിസിപ്ലിൻ ടെക്നിക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സിനിമ നമ്മുടെ കേരളത്തിലെ പാരൻസിൻ്റെ കണ്ണു തുറപ്പിച്ച സിനിമയാണ്. ഇപ്പോഴും എല്ലാ പാരൻസും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും അതോറിറ്റേറിയൻ ആയിട്ടുള്ളൊരു പാരൻ്റ് അല്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആകരുത്, അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടിയെ മെച്ചപ്പെട്ടൊരു പൗരനാക്കി വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. മക്കളെ, ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും സംഗതി എല്ലാം ക്ലിയർ ആവും. ഞാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഒന്നിലും എന്ത് ചെയ്യാത്തത്, സ്ട്രെസ് ചെയ്യാത്തത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നെക്സ്റ്റ് പെർമിസീവ് ഡിസിപ്ലിനറി ടെക്നിക്സ്. പെർമിസീവ് ആണോ, ഇതിങ്ങനെ കുട്ടി ഇത് ഇങ്ങനെ ഇരിക്കും, അമ്മ മോനെ ഇത് പിടിച്ചോ, അച്ഛ അപ്പുറത്ത് മോനെ ഇത് പിടിക്കടാ, ഇങ്ങോട്ട് വേടാ, നിനക്ക് എന്ത് വേണം, എനിക്ക് മറ്റേ ഇത് വേണം, എന്താണ് ടെഡി ബിയർ വേണം, അച്ഛ അപ്പോഴും പോകാൻ മേടിക്കാം ടെഡി ബിയർ. മക്കളെ കഴിക്കാൻ എന്ത് വേണം, കഴിക്കാൻ എനിക്ക് ഇന്ന് ചില്ലി ചിക്കൻ മതി, ഞാൻ പറയാൻ കൂട്ടി. അപ്പോൾ ചില്ലി ചിക്കൻ കൊണ്ട് കൊടുക്കുകയാണ്. നാളെ ചില്ലി ചിക്കൻ മേടിക്കാൻ പൈസയില്ല, നാളെ ചില്ലി ചിക്കൻ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ മക്കളെ എന്ത് ദോശ എടുത്തല്ല, ഒറ്റ എറിയാണ് എടുത്ത്, ദോശ വേണ്ട ചില്ലി ചിക്കൻ വേണം. എവിടെ നിന്നെങ്കിലും ഈ വൈദ്യുതി അല്ലെങ്കിൽ പോയി കടം മേടിച്ച് തള്ള മേടിച്ച് ചില്ലി ചിക്കൻ കൊണ്ട് കൊടുക്കേണ്ടി വരും അവൻ അടക്കണമെന്നുണ്ടെങ്കിൽ. ഇതാണ് പെർമിസീവ് ഡിസിപ്ലിൻ ടെക്നിക്ക്. ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇതേപോലെ ഉണ്ടായിരുന്ന ജീവിച്ചൊരു കൂട്ടുകാരൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കും, ഇതുപോലെയൊക്കെ രാജാവിനെ പോലെ ജീവിച്ചിട്ട് ആ ജീവിതം കൊണ്ട് തന്നെ, അങ്ങനെ ജീവിക്കേണ്ടി വന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്താതെ പോയ ആൾക്കാരും നിങ്ങൾക്ക് അറിയാമായിരിക്കും, എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. പെർമിസീവ് ഡിസിപ്ലിനറി ടെക്നിക്സ്, കുട്ടികളുടെ താളത്തിനൊത്തുള്ളുക ചെയ്യരുത്. പെർമിസീവ് ഡിസിപ്ലിൻ ടെക്നിക്സ് എംപ്ലോയീസ് ലിറ്റിൽ ഓർ നോ ഡിസിപ്ലിൻ. ചിലപ്പോൾ ലിറ്റിൽ കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നോൺ ഡിസിപ്ലിൻ. ഇതാണ് സംഭവം. ഓക്കെ, അതുപോലെ ഈ ഡസൻറ്റ് ഗൈഡ് ദ ചൈൽഡ് ഇൻ ടു സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡസൻറ്റ് എംപ്ലോയി പണിഷ്മെന്റ്. പണിഷ്മെന്റ് ഇല്ലേ ഇല്ല, കുട്ടിക്ക് ഒരു ശിക്ഷയും ഇല്ല. അവൻ എന്ത് ചെയ്താലും എന്താണ്, എൻ്റെ കൊച്ചല്ലേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വളർന്നത്, അവൻ ഇത്രയും സുഖത്തിൽ വളരണം എന്നും പറഞ്ഞുകൊണ്ട് അവനെ സുഖിപ്പിക്കാൻ വേണ്ടി നമ്മൾ നടന്നുള്ള കുഴപ്പമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇറ്റ് ഡസൻറ്റ് ഗൈഡ് ദ ചൈൽഡ് ഇൻ ടു സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. എന്താ സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിൽ 10 കുട്ടികൾ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഞാൻ നേരത്തെ കല്യാണ വീട് ഒരു സമൂഹമാണ്, അല്ലേ, സമൂഹത്തിൻ്റെ പോട്ടെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. കല്യാണ വീട്ടിൽ 10 കുട്ടികൾ വന്നു,
ആ 10 കുട്ടികളിൽ 9 കുട്ടികളും അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ കളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരുത്തൻ മാത്രം എന്താണ് ഇങ്ങനെ നടക്കുകയാണ്. എനിക്കിത് വേണ്ട, അമ്മയുടെ അടുത്ത് നോക്കി പറയണം, വേണ്ട. വേറെ ആരുടെ അടുത്ത് അവൻ കാണിക്കണ്ട, അവൻ്റെ അമ്മയുടെ അടുത്ത് കാണിക്കും, ഇത് വേണ്ട. അതെന്ത് ബിഹേവിയറാണ് അത്? എന്തിൻ്റെ കുഴപ്പമാണ്? പെർമിസീവ് ഡിസിപ്ലിൻ ടെക്നിക്കിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പൊ എന്ത് പെർമിസീവ് ഡിസിപ്ലിൻ ടെക്നിക്ക് എംപ്ലോയീസ് ലിറ്റിൽ ഓർ നോ ഡിസിപ്ലിൻ. അവിടെ എന്തില്ല, ഡിസിപ്ലിൻ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് അല്ലേ. അപ്പൊ ഇറ്റ് ഡസന്റ് ഗൈഡ് ദ ചൈൽഡ് ഇൻ ടു സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. അവിടെ ഒരു ഗൈഡൻസ് ഇല്ല, കുട്ടിയെ ഗൈഡ് ചെയ്യുന്നില്ല. ആരുടെ കുറ്റമാടാ? ആരുടെ? പാരന്റിന്റെ കുറ്റമാ, കുട്ടിയുടെ കുറ്റമല്ല. ആ കുട്ടിയെ ഒരു കാരണവശാലും വഴക്ക് പറയരുത്, പാരന്റ് കുറ്റം. ഇറ്റ് ഡസന്റ് ഗൈഡ് ദ ചൈൽഡ് ഇൻ ടു സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ അല്ലേ. സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയറിലേക്ക് അവനെ എന്ത് കൊണ്ടുപോകുന്നില്ല? അവനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എൻ്റെ കൊച്ചിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന് കളിപ്പാട്ടം കണ്ടാൽ അപ്പോഴും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങ് മേടിച്ചു കൊടുക്കില്ല. അപ്പോൾ ബഹളം ഉണ്ടാക്കും. അപ്പോൾ 1-2 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറയും, എടാ ഇന്ന് നമുക്ക് കളിപ്പാട്ടം വാങ്ങാം. അങ്ങനെയുള്ള ദിവസം മാത്രം അവൻ കളിപ്പാട്ടത്തെ കുറിച്ച് പറയും. ഇപ്പം അല്ലാതെ കളിപ്പാട്ടം കണ്ടാൽ അപ്പോൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ ബഹളം വയ്ക്കാൻ മേടിച്ചു കൊടുത്താൽ കയ്യിൽ നിന്ന് പോയില്ലേ, പിന്നെ എപ്പോഴും കാണുമ്പോൾ അവൻ ചോദിക്കും കളിപ്പാട്ടം. കാരണം കളിപ്പാട്ടം വേണമെന്നുള്ള ആഗ്രഹം എല്ലാ കുട്ടിക്കും ഉണ്ട്. അതുപോലെ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ളൊരു ശീലമാണ്, ഞാൻ എടാ ഇന്ന് ഒരു കളിപ്പാട്ടം നമുക്ക് വാങ്ങാം, ഇത്രയും സാധനമുണ്ട്, നിനക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുക്കാം. അപ്പം വളരെ കോസ്റ്റ്ലി ആയ സാധനം എടുക്കും. ഞാൻ പൈസ ഉണ്ടെങ്കിൽ ഞാൻ പറയും, എടാ മോനെ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഇത് ഇത്രയും പൈസ വരുന്നുണ്ട്, ഇത് നമുക്ക് എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല. അവന് 6 വയസ്സായി, 6-7 വയസ്സായി കേട്ടോ. അവനത് മനസ്സിലാവും. അപ്പോൾ ഓക്കെ അച്ഛാ ഇത്രയും പൈസ ഇല്ലെങ്കിൽ എടുക്കണ്ട. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് അവന് കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞ കളിപ്പാട്ടം എടുക്കും. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓരോ അവസരങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. എപ്പോഴും നമ്മുടെ കുട്ടിയാണ്, നമുക്ക് ആ കുട്ടിയുടെ സ്നേഹമുണ്ട് എന്ന് കരുതി നമ്മൾ ആ കുട്ടിയുടെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ആയിപ്പോകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക എല്ലാവരും കേട്ടോ. നോക്കാം, ഇറ്റ് ഡസന്റ് ഗൈഡ് ദ ചൈൽഡ് ടു സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ അല്ലേ. സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയറിലേക്ക് അവനെ ഗൈഡ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നമുണ്ട്. എവിടെ നിന്നറിയാം? ഞാൻ പറഞ്ഞുതരാം. തുടക്കത്തിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കിയ സാധനം കിട്ടാൻ പോകില്ല. എത്ര ബഹളം ഉണ്ടാക്കി കിട്ടാൻ പോകില്ല. അത് ബോധ്യം ഉണ്ടാകുമ്പോൾ ബഹളം ഉണ്ടാക്കില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു വേറെ വഴിയിലേക്ക് പോയല്ലേ. അപ്പോൾ പെർമിസീവ് ഡിസിപ്ലിനറി ടെക്നിക്സ് ആണ്. പെർമിസീവ് അനുവാദം കൊടുക്കണം, അനുവദിക്കുകയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, പെർമിഷൻ കൊടുത്ത് പിള്ളേരെ പാഴിക്കളയുന്ന പരിപാടിയാണ്. അപ്പോൾ എന്നാൽ ഇറ്റ് ഡസന്റ് ഗൈഡ് ദ ചൈൽഡ് ഇൻ ടു സോഷ്യലി അപ്രൂവ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡസന്റ് എംപ്ലോയ് പണിഷ്മെന്റ് ഒന്നും ഇല്ല അവിടെ. ശ്രദ്ധിക്കൂ, പെർമിസീവ് ഡിസിപ്ലിനറി ടെക്നിക്കിന്റെ ഒരു പ്രത്യേകത ചോദിക്കുന്നു. ഇറ്റ് ഡസന്റ് എംപ്ലോയ് പണിഷ്മെന്റ് അല്ലെങ്കിൽ ഇറ്റ് ഡസ് എംപ്ലോയ് പണിഷ്മെന്റ്. 2 പ്രസ്താവന എന്നാൽ അത് ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ. അങ്ങനെയുള്ള ചെറിയ പോയിന്റ് ശ്രദ്ധിച്ചു പോകണം. നോക്കാം, ലിമിറ്റ്സ് ഓർ ബൗണ്ടറീസ് ആർ നോട്ട് സെറ്റ് ഫോർ ദ ചൈൽഡ് ഓൺ വാട്ട് ഹി മേ ഓർ മേ നോട്ട്. അവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോ ലിമിറ്റ്സ് ആൻഡ് നോ ബൗണ്ടറീസ് അറ്റ് ഓൾ. ഇതാ പ്രശ്നം. സെയിം കാര്യം പറയുന്നല്ലേ. ദ ചൈൽഡ് ക്യാൻ മേക്ക് ഹിസ് ഓൺ ഡിസിഷൻസ് ആൻഡ് ആക്ട് ഇൻ എനി വേ ഹി പ്ലീസസ് ആൻഡ് ദർ ഈസ് ടു മച്ച് ലീനിയൻസി. കണ്ടോ എന്താണ്? ദ ചൈൽഡ്, കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന് സ്വന്തം ഡിസിഷൻ എടുക്കാൻ പറ്റും അല്ലേ, ഏത് വഴിക്ക് വേണമെന്നുണ്ടെങ്കിലും. അതുപോലെ അവന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ എന്ത് ഡിസിഷൻ വേണം എടുക്കാൻ പറ്റും. അതുപോലെ അവിടെ എപ്പോഴും കുറേ ലീനിയൻ്റ് ആയിട്ടായിരിക്കും ആ വീട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ അത്തരത്തിൽ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരിക്കും. ചിലപ്പോൾ വേറൊരു കുട്ടി, നമ്മുടെ മറ്റേ ഹാരി പോട്ടർ സിനിമ കാണിച്ചത്, ഹാരി പോട്ടർ താമസിക്കുന്ന വീട്ടിൽ അവസ്ഥ ആലോചിച്ചാൽ മതി. ആ കുട്ടി എന്താണ് പെർമിസീവ് ഡിസിപ്ലിൻ ടെക്നിക്കാണ് വളർന്നു വരുന്നത്. അവിടുത്തെ വേറൊരു കുട്ടിയുണ്ട്, ഒരു നല്ല വണ്ണമൊക്കെ ഉള്ള കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി ഓർത്താൽ മതി. അത് അവൻ സ്വന്തമായിട്ട് പറയും, എനിക്കിന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് ഇന്നടത്ത് പോകണം എന്ന് പറയുമ്പോൾ അവർ അപ്പോഴേ കൊണ്ടുപോകും. പറഞ്ഞെടുത്ത് കൊണ്ടുപോകും, എനിക്ക് ഇന്ന കളിപ്പാട്ടം വേണം, അപ്പോഴേ മേടിച്ചു കൊടുക്കും. അതാണ് ഓക്കെ. അപ്പോൾ അതുപോലെ ഇൻ പെർമിസീവ് ഡിസിപ്ലിൻ ടെക്നിക്സ് ചിൽഡ്രൻ മൈറ്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് ബിക്കം ഇൻസെക്യൂർ. അതുപോലെ എന്താ ഇവ എപ്പോഴാണ് ഇൻസെക്യൂർ ആവുന്നത്? വീട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് അല്ലേ, അവന് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. കാര്യം എന്താ? അന്ന് വരെ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് നടക്കുന്നുണ്ടെങ്കിൽ
പുറത്ത് വരുമ്പോഴത്തേക്ക് എല്ലാം അവൻ്റെ ഇഷ്ടത്തിൽ നടക്കുന്നില്ല. കാര്യം എന്താ? ഈസ് കമ്മിങ് ടു എ സൊസൈറ്റി അല്ലേ, ഒരു സൊസൈറ്റിയിലേക്ക് വരുന്നത്, അതുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ അവൻ എന്തുണ്ടാവും? അവന് കൺഫ്യൂഷൻ ഉണ്ടാവും, അവൻ ഇൻസെക്യൂർ ആവും, അതുപോലെ ഡെവലപ്പ് എക്സസീവ് അഗ്രസീവ്നെസ് ഉണ്ടാകാം അല്ലേ. പുറത്ത് വരുമ്പോഴത്തേക്കും കൂടുതൽ അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ടേൺ അൺമാനേജബിൾ ഇൻ ദ സ്കൂൾ ഓർ നെയ്ബർഹുഡ് അല്ലേ, അയൽ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ അവനെ മാനേജ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ബിക്കം ഫിയർഫുൾ ആൻഡ് ആങ്ഷ്യസ് ആൻഡ് ഡെവലപ്പ് ഇല്യൂഷൻസ് കൺസേണിങ് ദെയർ ഓൺ റൈറ്റ്സ്. അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അല്ലേ, അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അവന് ഇല്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്ക്, ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി ഒരു സ്ഥലത്തൊരു കിങ് ആയിട്ട് വളരുകയാണല്ലേ, അതും പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറി മറിയും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവൻ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒന്നും ആലോചിച്ച് നോക്കും മക്കളെ. നിങ്ങൾക്ക് എന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. അവന് പുറത്തേക്ക് വരുന്നു, അവൻ 6-7 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വയസ്സ് വരെ വീട്ടിൽ ജീവിച്ച് രാജാവായിട്ട് അവൻ സ്കൂളിലേക്ക് വരികയാണ്. സ്കൂളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കണം? അവൻ കൺഫ്യൂസഡ് ആവും, അവൻ ഇൻസെക്യൂർ ആവും. കാര്യം എന്താ? വീട്ടിൽ കിടക്കുന്ന പോലെ കാര്യങ്ങൾ സ്കൂളിൽ നടക്കുന്നില്ല, ഇതുവരെ പഠിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. അപ്പോൾ അവൻ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യവനല്ലേ. അതുപോലെ അവൻ എന്താണ്, അങ്ങനെ വരുമ്പോൾ അവൻ കുട്ടികളടുത്ത് അഗ്രസീവ് ആവാൻ സാധ്യത, അവൻ ഇടിക്കും പിള്ളേരെ പിടിച്ചിട്ട്. അതുപോലെ ടേൺ അൺമാനേജബിൾ, സ്കൂളിലെ ടീച്ചർമാരൊക്കെ അവനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ടീച്ചർമാർ പറഞ്ഞാൽ കേൾക്കോ? ഇല്ല. തന്തേം തള്ളേം ഉണ്ടാക്കിയ തള്ളേന്നുള്ള പറഞ്ഞത് കേൾക്കല്ല, പിന്നെ ടീച്ചർ പറഞ്ഞാൽ കേൾക്കോ? കേൾക്കൂലവൻ. അതുപോലെ നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കോ? നെയ്ബർഹുഡിൽ അവനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കില്ല. അവന് മാങ്ങ വേണമെങ്കിൽ മാങ്ങ എറിഞ്ഞ് കല്ലെറിഞ്ഞ് തിന്നിട്ടേ അവൻ പോകത്തുള്ളൂ. അതാണ് അവസ്ഥ. അതുപോലെ ബിക്കം ഫിയർഫുൾ ആൻഡ് ആൻഷ്യസ് ആൻഡ് ഡെവലപ്പ് ഇല്യൂഷൻസ് കൺസേണിങ് ദെയർ ഓൺ റൈറ്റ്സ്. അവൻ്റെ ശരിക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും അവന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. പെർമിസീവ് ഡിസിപ്ലിനറി ടെക്നിക്സ് അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആവാറുന്ന മാത്രം മതി അല്ലേ. ഒന്നുകൂടെ നോക്കാം. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ദെയർ ഈസ് നോ പണിഷ്മെന്റ് ഇല്ല പെർമിസീവ് ഡിസിപ്ലിൻ ടെക്നിക് അല്ലേ. അതുപോലെ അവരെ കുട്ടിയെ ഗൈഡ് ചെയ്യുന്നില്ല നമ്മൾ. കുട്ടിയുടെ ആവശ്യത്തിന്, കുട്ടിയുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. അതാണ് പെർമിസീവ് ഡിസിപ്ലിനറി ടെക്നിക്സ്. ഇനി നോക്കാം അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി ടെക്നിക്സ്. എന്താണ് അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്? അതോറിറ്റേറിയൻ നമ്മൾ ചാക്കോ മാഷിൻ്റെ കൊമ്പമീശ ആലോചിച്ചത് അതോറിറ്റേറിയൻ, അത് അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതോറിറ്റേറ്റീവ്? അവന് കുട്ടിക്ക് തന്നെ ഒരു അതോറിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഓക്കെയാണ്, ഞാൻ ഈക്വലായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഞാൻ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിൽ നിന്ന് എന്താണ് എൻ്റെ അച്ഛൻ പ്രതീക്ഷിക്കുന്നത് അതെനിക്ക് കൊടുക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ. അതുപോലെ ഞാൻ അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്ത്? അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി ടെക്നിക്സിൽ നോക്കാം. എന്താണ് ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി മെത്തേഡ്സ്? എംപ്ലോയി എക്സ്പ്ലനേഷൻസ്, discussions and reasoning to help children understand why they are expected to behave in certain way. ഒരു എക്സാമ്പിൾ തരാം. ഞാൻ കഴിഞ്ഞ മാസം തന്നെ ഈ നമ്മളിപ്പോഴത്തെ വീട് മാറും തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് വേറെ വാടക വീട്ടിൽ മാറിയപ്പോൾ. അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡാണ്. റോഡിന് അടുത്തൊരു ഓടയുണ്ട്, നമ്മളെ മതിൽ, ഇത്രയേ ഉള്ളൂ. അകത്തുനിന്ന് ഒരു സാധനം പുറത്തേക്ക് എറിയാൻ പറ്റും. അപ്പോൾ കിൻഡർ ജോയ് മേടിച്ചു കൊടുത്തു. കിൻഡർ ജോയ്ക്കകത്ത് ഒരു വ്യത്യസ്തമായ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. എടുത്ത് എറിഞ്ഞഴിഞ്ഞ് ഒട്ടിപ്പിടിക്കുന്ന സ്പൈഡർ മോഡൽ കളിപ്പാട്ടം. അപ്പം ഇവൻ ഇത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയവൻ ഇത് വേണം, അവൻ അതുണ്ടെങ്കിലേ ചോറ് ഇന്നത്തോളൂ. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരണ സമയത്തിനുള്ളിൽ നല്ല വഴക്ക് നടന്നു. ഇവൻ കൊടുക്കുന്നില്ല. അങ്ങനെ അമ്മ ഇവനെ വഴക്ക് പറഞ്ഞു, ഒരു അടി കണ്ട് കൊടുത്തു. അപ്പോഴത്തേക്കും മൂത്തവൻ എന്ത് ചെയ്തു? ഈ സാധനം എടുത്ത് ജനലിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞു. ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രത്യേകതയുള്ള റബ്ബറുണ്ട്, ആ റബ്ബർ മാത്രം എടുത്ത് അവൻ പുറത്തെറിഞ്ഞപ്പോഴത്തേക്കും അമ്മ അവന് വിധിച്ച ശിക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ വഴക്ക് പറഞ്ഞു എന്നുള്ളതെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോയി കണ്ടുപിടിക്കാം. അങ്ങനെ ഇനി കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്ത് പോയി. സംഭവം റോഡ് ഇതുകൊണ്ട് ഞാൻ കണ്ടു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്നു. കുറച്ച് നേരം നോക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അവിടെ കൂട്ടി നിന്ന് കുറേ നേരം നോക്കി അവൻ മടുത്തെന്ന് തോന്നുന്നു. അപ്പോഴവൻ ഇനി എറിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നുള്ള കാര്യം അവർ മനസ്സിലായി വന്നു. അവനെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. കുറേ നോക്കിയിട്ട് ഞാൻ അവന് മാറിക്കൊടുത്തു. കണ്ടുപിടിച്ച് വന്നു. അപ്പം അവന് നമ്മുടെ പെരുമാറ്റം തന്നെ മനസ്സിലായി ഒരു സാധനം എടുത്ത് എറിയാൻ പാടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ കാരണം എന്താണ്, ഞാൻ പിന്നെ ചോദ്യം പറഞ്ഞാൽ നമ്മൾ എത്ര പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്, ഇത്ര പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര അധ്വാനിക്കണം, ഇത്രയും കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. സോ അവിടെ എന്തുണ്ട്? എക്സ്പ്ലനേഷൻസ് ഉണ്ട് കുട്ടിക്ക് അല്ലേ. അല്ലാതെ എടുത്തെറിഞ്ഞാൽ ഉടനെ അടിച്ച് ഇനി അറിയോടാ എന്ന് പറഞ്ഞിട്ട് 4 അടിയും കൊടുത്ത് അവിടെ പോയി കൊച്ചു കാര്യം അവന് വല്ല മനസ്സിലാവോ? എടുത്തെറിഞ്ഞാൽ അടി കിട്ടും എന്ന് മനസ്സിലാവും അല്ലേ.
അത് മനസ്സിലായി. ചിലപ്പോൾ എറിയില്ലായിരിക്കാം, പക്ഷെ കൂടുതൽ മെച്ചപ്പെട്ട എന്താ, അടി കൊടുക്കുകയോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള ശിക്ഷകളിലേക്ക് ഇപ്പം പോകാൻ പാടില്ല അല്ലേ. അല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ചില ഒട്ടും പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രമേ വേറെ എന്തെങ്കിലും നമുക്ക് ഒരു കൊട്ടണം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി മെത്തേഡ്സ് എംപ്ലോയ് എക്സ്പ്ലനേഷൻസ്. കുട്ടിക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു ജനാധിപത്യപരമായിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഈ ചിത്രം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒരു വോട്ടിംഗ്, എന്തോ ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി അച്ഛനും മക്കളും കൂടെ എന്ത് ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു. അമ്മയുടെ കൂടെ വോട്ട് ചെയ്യാൻ ആരുമില്ല അല്ലേ. അപ്പം അമ്മയ്ക്ക് സങ്കടം വന്നില്ല, അമ്മ അയ്യോ. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്. ഡിസ്കഷൻസ് അല്ലേ, കുട്ടിയെ ഡിസ്കസ് ചെയ്യണം നമ്മൾ കാര്യങ്ങൾ. റീസണിങ് ഉണ്ടാവണം, അവന് കാരണം മനസ്സിലാവണം എന്തുകൊണ്ട് എന്നുള്ളതല്ലേ. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ് നമുക്കിഷ്ടം, അല്ലെങ്കിൽ നമ്മൾ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലാവണം. എറിയാൻ പാടില്ല, എന്തുകൊണ്ട് എറിയാൻ പാടില്ല എന്ന് അവന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ദേ എംഫസൈസ് ഗ്രോത്ത്, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ. ഇത്തരത്തിലുള്ള അതോറിറ്റേറ്റീവ് ടെക്നിക്കും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ടെക്നിക്ക് എന്താണ്, അതോറിറ്റേറ്റീവ് ടെക്നിക്സ് എംഫസൈസ് ഓൺ എന്തിലൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്നത്, ഗ്രോത്തിൽ അല്ലേ, വളർച്ച, വികാസം. അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ അല്ലേ, സ്വയം ഉള്ള ഡിസിപ്ലിൻ. അതുപോലെ സെൽഫ് കൺട്രോൾ, ഇതിലൊക്കെയാണ് ഇത് ശ്രദ്ധ ചേർത്തുന്നത്. അല്ലാതെ എപ്പോഴും നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചൂരിലെടുത്തുള്ള അടി പേടിച്ചിട്ടല്ല കുട്ടി എന്ത് ചെയ്യേണ്ടത്, ഒരു കാര്യം ചെയ്യേണ്ടത്. അതുപോലെ ദർ ഈസ് നോ ഹാഷ് പണിഷ്മെന്റ് അറ്റ് എനി ടൈം. എപ്പോഴും കുട്ടിയെ അടിക്കുന്ന പരിപാടി ഇല്ല. അങ്ങനെ അടിച്ചാൽ എന്താ കുഴപ്പം, അതിനോടുള്ള പേടി വരെ അവന് പോയി കിട്ടും എന്നുള്ളതേ ഉള്ളൂ ഗുണം. അതുപോലെ പണിഷ്മെന്റ് ഈസ് ഗിവൺ ഓൺലി അറ്റ് അപ്രോപ്രിയേറ്റ് ടൈംസ് വെൻ ദ ചൈൽഡ് റെഫ്യൂസസ് ടു ഡു വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. അതായത് പണിഷ്മെന്റ് എപ്പോഴാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കുട്ടിക്ക് അറിയാം ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്, എന്തുകൊണ്ടെന്നും അവനറിയാം, എന്നിട്ടും അവൻ ചെയ്തില്ല. അപ്പോൾ നമ്മളൊരു അടി കൊടുക്കണം എന്നുണ്ടെങ്കിലും അവൻ അറിയണം എന്തുകൊണ്ട് അവൻ അടി കിട്ടിയെന്ന്. നമ്മൾ ഏതോ ഒരു സിനിമയിൽ പറയും, എടാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ആരെയും ഇടിക്കാൻ പാടില്ല, അവൻ ഇടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവന് തോന്നണം അവൻ 2 അടിയുടെ കുറവുണ്ടെന്ന് അല്ലേ, പിന്നെ നമുക്ക് തോന്നണം അവൻ 2 അടിയുടെ കുറവുണ്ടെന്ന്, പിന്നെന്ത് കണ്ടു നിൽക്കുന്നവനും തോന്നണം അവന് 2 അടിയുടെ കുറവുണ്ടെന്നല്ലേ. ആ സമയത്ത് മാത്രം ഇടിക്കാൻ പാടുള്ളൂ. ഏതോ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു ജോർജ് ജോർജിൻ്റെ ഡയലോഗാണെന്ന് തോന്നുന്നു. അപ്പം അതുപോലെ കുട്ടിക്ക് മനസ്സിലാവണം എനിക്ക് 2 അടിയോ കുറവുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പണിഷ്മെൻറ്റ് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ റിവാർഡ് വിത്ത് പ്രൈസ് ഈസ് ഗിവൺ വെൻ ദ ചൈൽഡ് കംസ് അപ് ടു എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അവൻ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഉറപ്പായിട്ടും റിവാർഡ് ചെയ്യണം. ചിലപ്പോൾ ഒരു ടാപ്പ് കൊണ്ടായിരിക്കും, വെരി ഗുഡ് എന്നുള്ള വാക്കും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കൊണ്ടോ അല്ലെങ്കിൽ ലുലുമാളി പോക്കോ അങ്ങനെയൊക്കെ അവൻ എന്ത് ചെയ്യാം, റിവാർഡ് ചെയ്യാം. എപ്പോഴേ കൊടുക്കാവൂ, എപ്പോഴും റിവാർഡ് നിൽക്കരുത്. അവൻ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ഈ റിവാർഡ് കൊടുക്കേണ്ടത്. ഇനി ചിൽഡ്രൻ ബ്രോട്ട് അപ്പ് വിത്ത് ഡെമോക്രാറ്റിക് വേ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയായിരിക്കും പ്രത്യേകത, ദേ ഡെവലപ്പ് ഇൻഡിപെൻഡൻസ് ഇൻ തിങ്കിങ് അല്ലേ. ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും, അവന് ചിന്തിക്കാൻ പറ്റും, മറ്റൊന്നിനെയും കുറിച്ച് ആലോചിക്കാതെ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് അവനെ ആലോചിക്കാനുള്ള ശേഷി അവന് കിട്ടും. അതുപോലെ അവൻ എന്തൊക്കെ അച്ചീവ് ചെയ്യും, ഹെൽത്തി പോസിറ്റീവ് കോൺഫിഡന്റ് സെൽഫ് കൺസെപ്റ്റ് അല്ലേ, അവനെക്കുറിച്ചുള്ള ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള സെൽഫ് കൺസെപ്റ്റിലേക്ക് അവൻ എത്തും. അതുപോലെ കോഓപ്പറേറ്റ് വിത്ത് പീപ്പിൾ അതുപോലെ വിത്ത് ഫ്രണ്ട്ലിനെസ് അപ്രോച്ച് ആൻഡ് അച്ചീവ് എ ഗ്രേറ്റർ ക്രിയേറ്റിവിറ്റി. അതായത് അവൻ്റെ കൂട്ടുകാരോടൊത്തോ മറ്റുള്ളവരടുത്തൊക്കെ നന്നായിട്ട് സഹകരിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയെല്ലാം ആർക്കുണ്ടാവണം മക്കളെ, അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി ടെക്നിക്സ് വഴി വളർന്നു വരുന്നൊരു കുട്ടിക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഉറപ്പായിട്ട് നിങ്ങൾ ഡെമോക്രാറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക്കായി മാറുക. കാരണം നമ്മൾ ജീവിക്കുന്നത് ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. ഓക്കെ. അതുമാത്രമല്ല നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും പറയുന്നു, അവന് വേണ്ടത് കൂടുതൽ പൈസ അല്ല, അവന് വേണ്ടത് കൂടുതൽ നിങ്ങളുടെ വേറെ ഒന്നുമല്ല, അവന് വേണ്ടത് നിങ്ങളുടെ പരിഗണന അവനാവശ്യമാണ്, നിങ്ങളുടെ സ്നേഹം അവനാവശ്യമാണ്, നിങ്ങളുടെ തിരുത്തലുകൾ അവനാവശ്യമാണ്, നിങ്ങളുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ കുടുംബ കാര്യങ്ങളിൽ ഈക്വലായിട്ട് തീരുമാനങ്ങളുടെ അവസരം അവൻ കാത്തിരിക്കുന്നു അല്ലേ. എന്നാൽ മാത്രമേ അവന് പിന്നെ ഭാവിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അവനെ ഡിസിഷൻ എടുക്കാൻ ശീലിപ്പിക്കണം. മോനെ ഇത് ഇങ്ങനെയാണ് കാര്യം, നമുക്കിതെന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ അഭിപ്രായം ചോദിക്കുക, നമ്മൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, നിന്റെ അഭിപ്രായം. അപ്പോൾ അവൻ പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പോൾ ഇതാണ് അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി നെഗ്ലക്ട്ഫുൾ അല്ലേ, എന്താണ്, റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഏത് രാജകുമാരൻ, നീ വട്ടർക്കാന്ന് പറയും. ആ ഒരു കഥ പറയില്ലേ നമ്മൾ ഗിരിരാജൻ കോഴി,
അത് തന്നെയാണ് നെഗ്ലക്ട്ഫുൾ. അപ്പോൾ ആ കഥയിൽ പറയുന്ന ഒരു അവസ്ഥയാണ് എന്ത്, പണം ബിസിനസ് വാരി കൂട്ടുന്ന അച്ഛൻ, അതുപോലെ നൈറ്റ് ക്ലബ്ബുകൾ മാത്രമായി പോകുന്ന അമ്മ, അങ്ങനെ പറയില്ലേ, അതാണ് നെഗ്ലക്ട്ഫുൾ പാരൻസ് അല്ലെങ്കിൽ നെഗ്ലക്ട്ഫുൾ ഡിസിപ്ലിനറി ടെക്നിക്സ്. അതും ഡിസിപ്ലിൻ ടെക്നിക്ക് എന്ന് പറയാൻ പറ്റില്ല, യവനക്ക് കൊച്ചുങ്ങൾ ഉണ്ടാക്കാനേ പാടില്ല. അപ്പോൾ അൺഇൻവോൾവ് ഓർ ആബ്സെന്റ്, അവൻ അവിടെ വീട്ടിലില്ല, അല്ലെങ്കിൽ അവനൊരു താല്പര്യമില്ല ഈ കൊച്ചിനെ വളർത്തിയെടുക്കുന്നതിൽ, കൊച്ചങ്ങോട്ട് വളർന്നോട്ടെ എന്നുള്ളതാണ്. പ്രൊവൈഡ്സ് ലിറ്റിൽ നർച്ചറൻസ് ഓർ ഗൈഡൻസ്, ഒരു സാധനവും ഇല്ല, ഗൈഡൻസും ഇല്ല, നർച്ചറൻസ് ഒന്നുമില്ല, കൊച്ചിന് അവൻ ഇഷ്ടം പോലെ. ഇൻഡിഫറൻറ്റ് ടു ചൈൽഡ് സോഷ്യൽ ഓർ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ നീഡ്സ്. ഇത്രയേ ഉള്ളൂ. സംഭവം മനസ്സിലായില്ല, എത്രയേ ഉള്ളൂ. അവനെ ഇല്ല അവിടെ, തന്തയില്ല തള്ളയില്ല, ആ ഒരു കൊച്ചിന് അവൻ, ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊച്ചിനെ വല്ല ബോർഡിങ്ങിൽ എവിടെയും കൊണ്ട് തള്ളി വളർന്നോട്ടെ വളർന്നോട്ടെ, അത്രയേ ഉള്ളൂ. അതാണ് നെഗ്ലക്ട്ഫുൾ. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണ് അൺഇൻവോൾവ് അല്ലെങ്കിൽ ഇത് നെഗ്ലക്ട്ഫുൾ ആണ് കേട്ടോ. ഇത് അതോറിറ്റേറിയൻ, അതോറിറ്റേറ്റീവ്. ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നത് ഡിമാൻഡിങ്നെസ് ഹൈ ആണ്, അതുപോലെ റെസ്പോൺസീവ്നെസ്സും കുട്ടിക്ക് ഹൈ ആയിരിക്കും. എപ്പോഴും നോക്കാതെ നോക്കിയാൽ ലെറ്റ്സ് ടാക്ക് അബൌട്ട് ഇറ്റ്. ഒരു പ്രശ്നമുണ്ട്, കുട്ടി നമ്മളടുത്ത് അച്ഛാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഓക്കെ സംസാരിക്കാം മോനെ, അല്ലെങ്കിൽ മോനെ എനിക്ക് നിൻ്റെ അടുത്ത് കാര്യം സംസാരിക്കാനുണ്ട്, ഓക്കെ സംസാരിക്കാം അച്ഛാ, ദാറ്റ്സ് ഇറ്റ്. കുട്ടി റെസ്പോൺസീവ് ആയിരിക്കും അല്ലേ, അങ്ങനെ ക്ലിയർ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും, ഡെമോക്രാറ്റിക് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. ബാക്കിയുള്ള എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു വച്ചിരുന്നാൽ മതി. ഇത് നിങ്ങളൊന്ന് നോട്ടിലുണ്ടാവും ഈ സാധനം, ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ച് വയ്ക്കാം കേട്ടോ. അത് നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എസെൻഷ്യൽസ് ഇൻ ഡിസിപ്ലിൻ നോക്കാം. ഡിസിപ്ലിൻ എന്താണെന്നും എങ്ങനെയൊക്കെ ഡിസിപ്ലിൻ ആക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഡിസിപ്ലിൻ വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. നോക്കാം, റൂൾസ് വേണം, ആ റൂൾസിന് കൺസിസ്റ്റൻസി വേണം. ഇന്നൊരു റൂള് നാളെ വീട് വരുടെ നടക്കില്ല. പണിഷ്മെന്റ് വേണം, റിവാർഡും വേണം. ഇതുണ്ടെങ്കിൽ നമുക്കൊരു കുട്ടി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിസിപ്ലിൻഡ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഒമിഷൻ ഓഫ് എനി ഓഫ് ദീസ് എസെൻഷ്യൽസ് വിൽ റിസൾട്ട് ഇൻ അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ഓൺ ചൈൽഡ് ആൻഡ് ഇൻ ദെയർ ബിഹേവിയർ വിച്ച് വിൽ നോട്ട് കൺഫോം ടു സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഇത്രയേ ഉള്ളൂ. ഇത് 3-4 സാധനം വേണം. 4 സാധനത്തിലും വ്യത്യാസം വരാതെ അല്ലെങ്കിൽ ഒന്നും മിസ്സാക്കാതിരിക്കാൻ പറ്റത്തില്ല, മിസ്സാക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ച് നോക്കാം. റൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ റൂളുണ്ട്, കട്ടിൽ കയറി ചാടാൻ പാടില്ല. അതിൻ്റെ അർത്ഥം ഞായറാഴ്ച ചാടാമെന്നും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ചാടാമെന്നും, ബാക്കി അല്ലാത്ത സമയത്ത് ചാടിക്കൂടാന്നും അല്ല. അപ്പോൾ എന്താ സംഭവിക്കുക, കുട്ടി ചാടി, ഇന്ന് ചാടി വഴക്ക് പറഞ്ഞു, നാളെ ചാടി എടാ മോനെ ചാടല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ അങ്ങനെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ പിറ്റേന്ന് നമ്മൾ ഹസ്ബൻഡും വൈഫും കൂടെ സന്തോഷം വന്ന് കട്ടിൽ നിന്ന് ചാടും. ഇങ്ങനെ കുട്ടി എന്തായിരിക്കും, എനിക്ക് റൂൾ ഇവർക്ക് റൂൾ. ആഹാ, മനസ്സിലായില്ലേ? എപ്പോഴും നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കുട്ടികൾ കുറയ്ക്കാത്തതിൻ്റെ കാര്യം എന്താ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പം എന്താ, നമ്മൾ അവർക്കൊരു റൂൾ വയ്ക്കുന്നു, നമുക്ക് വേറെ റൂളാ. അവർക്ക് നമ്മൾ 1/2 മണിക്കൂർ സ്ക്രീൻ ടൈം വെക്കുന്നു. എന്നിട്ട് എന്താ, അച്ഛൻ എന്താ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ വന്നിട്ട് അമ്മ എന്താ നേരെ തോണ്ട, പിന്നെ എനിക്കെന്താ, കുട്ടി എന്തിക്കൂലേ, കുട്ടി എന്തിക്കും. റൂൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നല്ലത്. ഓക്കെ, അപ്പോൾ എന്താണ്, റൂള് വേണമല്ലേ. ദ ഫസ്റ്റ് എസെൻഷ്യൽ ഇൻ ഡിസിപ്ലിൻ ഈസ് റൂൾസ്. നോക്ക്, ഇത് ചോദിക്കും കേട്ടോ. ദ ഫസ്റ്റ് എസെൻഷ്യൽ ഇൻ ഡിസിപ്ലിൻ ഏതാണ് ചോദിക്കുന്നത്, റൂൾസ് ആണ് വേണ്ടത്, റൂൾസ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള സാധനം വരുന്നത്. റൂൾ ഉണ്ടെങ്കിൽ മാത്രമേ റൂളിന് കൺസിസ്റ്റൻസി ആവശ്യമുള്ളൂ. അപ്പോൾ എന്താണ്, ഡിസിപ്ലിനിൽ ഏറ്റവും അത്യാവശ്യം എന്താ വേണ്ടത്, റൂൾസ് വേണം. അപ്പോൾ ഇത് പഠിച്ചോണേ. ഫസ്റ്റ് എസെൻഷ്യൽ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, എന്താണ്, റൂൾസ് അല്ലേ. അതുപോലെ റൂൾസ് ടെൽസ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. എന്ത് ചെയ്യാമെന്നും എന്ത് ചെയ്യാൻ പാടില്ല എന്നും റൂൾസ് പഠിപ്പിക്കുന്നു അല്ലേ. ഇത്രയേ ഉള്ളൂ. മൊബൈൽ ഫോൺ നോക്കാൻ പാടുണ്ടോ, പാടും അല്ലേ. കാരണം ഫുഡ് കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ നോക്കാം, ഇതാണ് നമ്മുടെ റൂള്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗെയിം കളിക്കാൻ പാടില്ല, ഇതാണ് നമ്മൾ മറ്റൊരു റൂള് അല്ലേ. അപ്പോൾ അത് എപ്പോഴും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളും അങ്ങനെ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. നോക്കാം. അപ്പോൾ എന്താണ്, അതെന്തോ ആയിക്കോട്ടെ, അത് ഞാൻ കൂടുതൽ ഡിസ്കഷൻ നിൽക്കുന്നില്ല. നിങ്ങൾ അവസാനം എന്നെ തരും പറയും. അപ്പോൾ ദ ഫസ്റ്റ് എസെൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് റൂൾസ്. റൂൾസ് ഉണ്ടാവണം. റൂൾസ് ടെൽ, എന്താ റൂൾ എന്താ പറയുന്നത്, വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. എന്ത് ചെയ്യാമെന്ന് എന്ത് ചെയ്യാൻ പാടില്ല എന്നും കുട്ടിയെ പഠിപ്പിക്കുന്നു എന്ത്, റൂൾസ്. അതുപോലെ ദീസ് റൂൾസ് മേ ബി സെറ്റ് ബൈ പാരൻസ്, ടീച്ചേഴ്സ് ഓർ പ്ലേമേറ്റ്സ്. ആരൊക്കെ പാരൻസ് റൂൾ സെറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് സെറ്റ് ചെയ്യാറുണ്ട്. ഒരു കുട്ടി താമസിച്ചു വരുന്നു, അല്ലെങ്കിൽ പണ്ട് നമ്മുടെ സ്കൂളിലെ റൂളുണ്ട്, എന്താണ്, ഒരു കുട്ടിയും മറ്റൊരു ക്ലാസ്സിലോട്ട് കയറാൻ പാടില്ല. റൂളാണ്.
സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ചെന്നിട്ട് ടീച്ചറെ മറ്റേ നമ്മളെ ക്ലാസ്സിൽ കയറിയോ 4 A കയറി എന്ന് പറഞ്ഞാൽ അവൻ അപ്പം അടി കിട്ടും. അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ് 4 A കയറുക എന്ന് പറയുമ്പോഴത്തേക്കും. അതിക്രമിച്ച് കയറാം, മറ്റേ വീട്ടിൽ കയറി കണക്കാണ് അവൻ കാണുന്നത് അല്ലേ. അപ്പോൾ അത് റൂളാണ്. ആ റൂൾ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്കൂള് വിട്ട് എന്നാലും 4 Aക്ക് അകത്തൊരു എന്തെങ്കിലും കിടക്കണമെന്നാലും നമ്മളിങ്ങനെ നോക്കത്തേ ഉള്ളൂ, കയറത്തില്ല അല്ലേ. റൂളാണ്, റൂളിൻ്റെ പവറാണ്. അപ്പോൾ ആരൊക്കെ റൂൾ ഉണ്ടാക്കുന്നത്? പാരൻസ് ഉണ്ടാക്കും, ടീച്ചേഴ്സ് ഉണ്ടാക്കും, പ്ലേമേറ്റ്സ് റൂൾസ് ഉണ്ടാക്കാം. കളികളിൽ റൂൾസ് ഇല്ലാതെ ഉണ്ട്, ഇഷ്ടംപോലെ റൂൾസും അല്ലേ. ഓരോ ഗെയിംസിലും ഇതിങ്ങനെ ചെയ്താൽ അതിങ്ങനെ അല്ലേ, ഇതിങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ, അതാണ്. അപ്പോൾ അതാണ് റൂൾസ് എന്ന് പറയാം. ദീസ് റൂൾസ് മേ ബി സെറ്റ് ബൈ പാരൻസ്, ടീച്ചേഴ്സ് ഓർ പ്ലേമേറ്റ്സ്. അതുപോലെ ദ റൂൾസ് പ്രൊവൈഡ് ചിൽഡ്രൻ വിത്ത് ഗൈഡ് ലൈൻസ് ഫോർ അപ്രൂവ്ഡ് ബിഹേവിയർ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. നോക്കുക, ദ റൂൾസ് പ്രൊവൈഡ് ചിൽഡ്രൻ വിത്ത് ഗൈഡ് ലൈൻസ് ഫോർ അപ്രൂവ്ഡ് ബിഹേവിയർ ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എടുക്കുക. അപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞത് കടയിൽ പോയാൽ കൊച്ചു കിടന്ന് ബഹളം വയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ കൊച്ചിന് ബഹളം വയ്ക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, അവൻ ചെയ്യാറുമുണ്ട്, അത് വീട്ടിൽ ചെയ്യാറുണ്ട്. പക്ഷേ കടയിൽ പോയി ഈ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, അത് റൂളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലേ. ദ റൂൾ പ്രൊവൈഡ് ചിൽഡ്രൻ വിത്ത് ഗൈഡ് ലൈൻസ്. എന്ത് ഗൈഡ് ലൈൻ? വീട്ടിന് പുറത്തിറങ്ങിയാൽ എന്തുണ്ടാക്കാൻ പാടില്ല? ആവശ്യമില്ലാതെ വാശി പിടിക്കാൻ പാടില്ല. അവൻ വീട്ടിൽ വാശി പിടിച്ചോട്ടെ, നീ പിടിച്ചോ. വീട്ടിൽ നിരന്തരം വാശി പിടിക്കാറുണ്ട്, പലതും നടക്കാറുണ്ട്. നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലേ, ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവൻ്റെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണമെന്നുള്ള എന്ത് ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട് ഒരു റൂള് അല്ലേ. അതുപോലെ റൂൾസ് സെർവ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻ ഓറിയന്റിങ് ചിൽഡ്രൻ ടു ഇംപൈബ് മോറൽ വാല്യൂസ് അല്ലേ. മോറൽ വാല്യൂസ് ഒത്തിരി മോറൽ വാല്യൂസ് നമുക്കുണ്ടല്ലേ. നമുക്ക് ഈ മോറൽ വാല്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്, നമുക്ക് മാത്രമല്ല സമൂഹത്തിൽ പലർക്കും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇതുപോലെ നിലനിന്ന് പോകുന്നത് അല്ലേ. ഓക്കെ, മോറൽസ് അല്ലേ, എന്താണ് ഗുണപാഠങ്ങൾ അല്ലേ, ഗുണപാഠം, അതാണ് മോറൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, റൂൾസ് സെർവ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻ ഓറിയന്റിങ് ചിൽഡ്രൻ ടു ഇംബൈബ് മോറൽ വാല്യൂസ്. റൂൾസ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോറൽ അഹങ്കാരം, ആപത്ത് എന്ന് പറയുന്നത് മോറൽ വാല്യൂ അല്ലേ. അപ്പോൾ ഈ അഹങ്കാരം, ആപത്ത് എന്ന് പറഞ്ഞാൽ മോറൽ വാല്യൂ ആ കുട്ടിക്ക് അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കഥയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ് നിന്നായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും റൂൾസിന് പ്രാധാന്യമുണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ആ മോറൽ വാല്യൂസ് സ്വാംശീകരിക്കുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആ ഒരു ഓറിയന്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിൽ റൂൾസ് വളരെ വ്യക്തമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഇഫ് വൺ ഗോസ് അഗെയിൻസ്റ്റ് റൂൾസ് ഹി ഓർ ഷീ വിൽ ബി പണിഷ്ഡ്. അവൻ എന്താണ്, തലവണെ ചാടാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ തലയിൽ ചാടിയാൽ അവന് പണിഷ്മെന്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതായിരിക്കാം റൂൾസ് ഇറവോക്കബിൾ ആയിരിക്കണം അല്ലേ. അത് അങ്ങനെ തന്നെ നടപ്പിലാക്കാനുള്ളതാണ് റൂൾസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ, ദ ഫസ്റ്റ് എസെൻഷ്യൽ ഇൻ ഡിസിപ്ലിൻ ഈസ് റൂൾസ്. ഇതാണ് ചോദ്യം. എന്താണ് ഫസ്റ്റ് എസെൻഷ്യൽ ഇൻ ഡിസിപ്ലിൻ ഈസ്, എന്താണ് റൂൾസ്. ഓക്കെ ഫൈൻ. അതുപോലെ കൺസിസ്റ്റൻസി നോക്കാം. എന്താണ് കൺസിസ്റ്റൻസി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലവണയെ ചാടാൻ പാടില്ല, അത് തന്നെ ആയിരിക്കണം. ദെയർ മസ്റ്റ് ബി കൺസിസ്റ്റൻസി ഇൻ ദ റൂൾസ് യൂസ്ഡ്. ഉപയോഗിക്കുന്ന റൂൾസിൽ നിന്ന് നമ്മുടെ സൗകര്യത്തിന്, അച്ഛൻ്റെ അമ്മയുടെ സൗകര്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മാറാൻ പാടില്ല. ഒരു സ്കൂളിൽ മറ്റുള്ളവരുടെ ക്ലാസ്സിൽ കയറാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് HM റൂൾ വെച്ചേക്കണേ. HM കൊണ്ടൊരു കുട്ടി, പക്ഷേ HM കുട്ടി 4, 5, 6 ഇങ്ങനെ ഓടി നടക്കണമെന്ന് വെച്ചോ, അടി കൊടുക്കണ്ടേ അവന്? അതെ, അവന് വേണ്ടി മാറ്റാൻ പറ്റുമോ? മറ്റേ പിള്ളേർ പിന്നെ കേൾക്കും ആ റൂള് ഇല്ല അല്ലേ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിരിക്കും റൂള്. ദെയർ മസ്റ്റ് ബി കൺസിസ്റ്റൻസി ഇൻ ദ റൂൾസ് യൂസ്ഡ്. അതുപോലെ വെൻ ദ റൂൾസ് ആർ കൺസിസ്റ്റന്റ് ഇറ്റ് സ്പീഡ്സ് അപ്പ് ദ ലേണിംഗ് പ്രോസസ്. ശ്രദ്ധിക്കുക, എന്താണ് കൺസിസ്റ്റന്റ് ആണ് റൂള്. ആ റൂള് അതുപോലെയാണ് എന്നവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എതിരെ പോകത്തില്ല. അവന് ലേണിംഗ് അതുപോലെ ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതാ പണിഷ്മെന്റ് വേണം. പണിഷ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പടം മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. ഇത് ഇത്രയും നെഗറ്റീവായിട്ടുള്ള പടമാണെന്ന് എനിക്ക് പിന്നെ അപ്പോഴേ തോന്നി. ചാട്ടവാറിട്ട് അടിക്കലല്ല പണിഷ്മെന്റ് എന്നൊരിക്കലും മനസ്സിൽ കരുതരുത്. ഇങ്ങനെയും പണിഷ്മെന്റ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. വാട്ട് എവർ, പണിഷ്മെന്റ് മസ്റ്റ് ബി ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ്. എന്തായിരിക്കണം? ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ആ കുട്ടിക്ക് എത്രത്തോളം ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്, ഇത് എത്രത്തോളം ഏജ് ആയിട്ടുണ്ട് ആ സമയത്ത്. ഉദാഹരണത്തിന് എൻ്റെ കുട്ടിയെ സംബന്ധിച്ച് അവനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറായി. അപ്പോൾ അന്ന് ഞാൻ അവന് ഇടയ്ക്ക് പണിഷ്മെൻ്റ് ആണ്, കൈ കെട്ടി കുറച്ച് നേരം നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ചാരിയൊന്നു ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞു, കുറച്ച് നേരം നിൽക്കാൻ പറഞ്ഞു. ഇതൊരു പണിഷ്മെൻ്റാണ്. അതൊരു പണിഷ്മെൻ്റാണെന്ന് അവന് മനസ്സിലായി. അത് മനസ്സിലാകുന്ന സിറ്റുവേഷൻ വന്നിട്ട് ശേഷമാണ് ഞങ്ങൾ നിൽക്കാൻ പറഞ്ഞത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം കൈകെട്ടി നിൽക്കുക എന്നുള്ളതൊരു പണിഷ്മെൻ്റ് ആണെന്നൊരു തോന്നൽ അവന് വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ മക്കളെ. ആ ഒരു സിറ്റുവേഷൻ മാത്രമേ അവനങ്ങനെ പണിഷ് ചെയ്ത കാര്യമുള്ളൂ അല്ലേ.
ശരിയല്ലേ? അപ്പോൾ എന്താണ്? ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, അഡ്മിനിസ്ട്രേഡ് ഫെയർലി ആൻഡ് ഷുഡ് മോട്ടിവേറ്റ് ദ ചൈൽഡ് ടു കൺഫോം ടു ദ സോഷ്യൽ എക്സ്പെക്ടേഷൻസ്. അല്ലേ? അത് ഫെയർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവനെ പണിഷ് ചെയ്യണം. ഫെയർ ആയിരിക്കണം. ഹി ഷുഡ് ഫീൽ ആൾസോ ഫെയർ. എന്തിനെന്നെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നൊരു തോന്നൽ അവനുണ്ടാവരുത്. അല്ലേ? അപ്പോൾ എന്താണ് അത്? ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഒന്ന്, അടുത്തുപോലെ നമ്മുടെ പണിഷ്മെന്റ് ഫെയർലി ആയിട്ട് തന്നെ, അല്ലെ, ഫെയർ ആയിട്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടണം. അതുപോലെ അത് എന്ത് ചെയ്യണം? ആ ഒരു പണിഷ്മെന്റ് ഷുഡ് മോട്ടിവേറ്റ് ദ ചൈൽഡ് ടു കൺഫോം ടു ദ സോഷ്യൽ എക്സ്പെക്ടേഷൻസ്. അല്ലെ? സോഷ്യൽ എക്സ്പെക്ടേഷൻസിലേക്ക് അവനെ കൊണ്ടുവരാൻ പാകത്തിനുള്ളതായിരിക്കണം പണിഷ്മെന്റ്. അതുപോലെ പണിഷ്മെന്റ് ബ്ലോക്സ് ദ വിൽഫുൾ ബ്രേക്കിംഗ് ഓഫ് റൂൾസ്. കണ്ടോ? പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ മനഃപൂർവ്വം ആ റൂള് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല. അറിയാതെ പറ്റിപ്പോയേക്കാം. അറിയാതെ പറ്റിപ്പോയാലും നമ്മൾ ചെറുതായിട്ട് പണിഷൻ ചെയ്യണം. ഒന്ന് വിരട്ടി വിട്ടാൽ മതി, നന്നായിക്കളെന്ന് പറയില്ല. അതുപോലെ പണിഷ്മെന്റ് ബ്ലോക്സ് ദ വിൽഫുൾ ബ്രേക്കിംഗ് ഓഫ് റൂൾസ്. അല്ലേ? പണിഷ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ വിൽഫുള്ളി ആ റൂൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. ഓക്കെ. അതുപോലെ പണിഷ്മെന്റ് ടീച്ചേഴ്സ് ദ റിലേറ്റീവ് റോങ്നെസ് ഓഫ് ഡിഫറെന്റ് റോങ് ആക്ട്സ്. അതുപോലെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ ഇവൻ ഒരു സാധനം എടുത്ത് പുറത്ത് എറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നാല് അടി കൊടുത്തു വെച്ചോ, നമ്മൾ ഇതുവരെ അവനെ പണിഷ് ചെയ്യാത്ത രീതിക്ക് നമ്മൾ പണിഷ് ചെയ്തു. കാരണം എന്താ? ഈ പണിഷ്മെന്റ് വന്ന് നമ്മുടെ ദേഷ്യത്തിൽ നിന്നാണ്. അതേസമയം ഇതിനേക്കാളും വലിയൊരു കുറ്റം അവൻ ചെയ്തു. സപ്പോസ് വേറൊരു വലിയ കുറ്റം ചെയ്തു. അപ്പം നമ്മൾ പണിഷ് ചെയ്തു. പക്ഷേ പണിഷ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സ് ഇതായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പണിഷ് ചെയ്തത് വളരെ ചെറിയ പണിഷ്മെൻ്റാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? റിലേറ്റീവ് റോങ്നെസ്. അല്ലേ? ഇത് കൂടുതൽ വലിയ തെറ്റ്, ഇത് ചെറിയ തെറ്റ്, ഇത് ചെയ്താൽ ചെറിയ പണിഷ്മെന്റ്. അല്ലേ? ഇങ്ങനെ ഇവൻ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്? പണിഷ്മെന്റ് ടീച്ചേഴ്സ് ദ റിലേറ്റീവ് റോങ്നെസ് ഓഫ് ഡിഫറെന്റ് റോങ് ആക്ട്സ്. ദ സീരിയസ്നെസ് ഓഫ് ദ റോങ് ആക്ട് ഈസ് ലേൺഡ് ബൈ ദ സിവിയറിറ്റി ഓഫ് ദ പണിഷ്മെന്റ് ദ ചൈൽഡ് റിസീവ്സ് ഫോർ ഇറ്റ്. കണ്ടോ? അവന് കിട്ടുന്ന പണിഷ്മെന്റിന്റെ സിവിയറിറ്റി അനുസരിച്ച് അവൻ തീരുമാനിക്കും എന്താ, ഇത് ഒട്ടും ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതല്ല, ഇത് താരതമ്യേന മോശപ്പെട്ട തെറ്റല്ല. എന്താണ്? ഈ തെറ്റ്, ഈ റോങ്നെസ്, ഞാനിപ്പോൾ ചെയ്ത കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് അവൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ് മക്കളെ? അവന് കിട്ടുന്ന ആ പണിഷ്മെന്റിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ്. പണിഷ്മെന്റ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ചാട്ടവാറിന് അടിയാണെന്ന് നിങ്ങൾ കരുതരുത്. പല തരത്തിൽ പണിഷ് ചെയ്യാം. എങ്ങനെയൊക്കെ പണിഷ് ചെയ്യാം? മിണ്ടാതിരിക്കാം, ഒരു പണിഷ്മെന്റാണ്. അല്ലേ? മിണ്ടാതിരിക്കുന്ന പണിഷ്മെന്റാണ്. നീ നിന്റെ കാര്യം നോക്കിപ്പോ, നീ എന്നെ സംസാരിക്കേണ്ട, പണിഷ്മെന്റാണ്. കുറച്ച് നേരം അവിടെ മാറ്റി നിർത്താം, പണിഷ്മെൻ്റാണ്. അങ്ങനെ പലതരത്തിൽ ഒരുപാട് തരങ്ങളിൽ നമുക്ക് കുട്ടികളെ ചെറിയ ചെറിയ പണിഷ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തായാലും പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ അറിയണം എന്തിനാണ് ഈ പണിഷ്മെൻറ്റ് അവന് കിട്ടിയെന്നുള്ള കാര്യം. അതറിയാതെ പണിഷ്മെൻറ്റ് യാതൊരു കാര്യമില്ല. ഓക്കെ. അപ്പോൾ പണിഷ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താ മക്കളെ? റിവാർഡ്സ്. അല്ലേ? റിവാർഡ്സ് ഓഫ് കോഴ്സ് കൊടുത്തിരിക്കണം. നോക്കാം. റിവാർഡ്സ് മീൻ എനി ഫോം ഓഫ് അപ്രീസിയേഷൻ ഫോർ ആൻ അറ്റൈൻമെന്റ്, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റിന് അവന് കൊടുക്കുന്ന ഏത് തരത്തിലുള്ള അപ്രീസിയേഷനെയും റിവാർഡ് എന്ന് പറയാം. ചിലപ്പോൾ മോനെ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് മക്കളെ, അടിപൊളി എന്ന് പറയുന്നൊരു വാക്കായിരിക്കാം. അവന് ഭയങ്കരമായിട്ട് അവൻ ത്രിൽഡ് ആവും. അല്ലേ? അല്ലെങ്കിൽ ഇതേപോലെ ട്രോഫി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ആയിരിക്കാം. അല്ലേ? ഇറ്റ് ക്യാൻ ബി എ വേർഡ് ഓർ അപ്രൂവൽ, എ സ്മൈൽ ഓർ എ പാറ്റ് ഓൺ ദ ബാക്ക്. ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ചിരി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു തട്ട് കൊണ്ടായിരിക്കാം. അല്ലേ? അതുപോലെ വാട്ട് എവർ ബി ദ റിവാർഡ് യൂസ്, ഇറ്റ് മസ്റ്റ് ബി ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് ഫോർ ചിൽഡ്രൻ. കണ്ടോ? നമ്മൾ ഏത് റിവാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പോട്ടെ 1-ാം ക്ലാസ്സേ അല്ല, ഒരു 3 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, നീ എത്രയായോ നമ്മൾ ട്രോഫി മേടിച്ചിരുന്നു, ട്രോഫി, അവൻ എന്ത് ട്രോഫി, അവൻ അത് കൊണ്ട് തള്ളി കളിച്ചിട്ട് അത് പൊഴിച്ചെടുത്ത് അവൻ വേറെ കൊണ്ടുപോയിക്കും. അല്ലേ? പക്ഷേ ഇപ്പോൾ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാകുമ്പോഴത്തേക്കും എന്താണ്, അവനൊരു അച്ചീവ്മെൻറ്റ് കിട്ടി. അപ്പോൾ അവനെന്താ ട്രോഫി എന്നുള്ള സാധനം, അപ്പോൾ അത് അവനൊരു വാല്യൂബിൾ ആയിട്ടുള്ള സാധനം, അത് അവൻ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അത് അവന് ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ എന്താണ്? റിവാർഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ദ മോസ്റ്റ് എഫക്റ്റീവ് റിവാർഡ് ഈ സോഷ്യൽ റെക്കഗ്നീഷൻ. അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. സോഷ്യൽ റെക്കഗ്നീഷൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ എന്തായി പോകുന്നത്, ചീത്തയായി പോകുന്നത്. അല്ലെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കടാ. നിങ്ങൾ ആൾക്കാരെ അംഗീകരിക്കാൻ വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ അംഗീകരിക്കാൻ പഠിപ്പിക്കുക നിങ്ങൾ. എനിക്കതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് നോട്ട് ഓൺലി എ PSC ക്ലാസ് ബട്ട് ആൾസോ നിങ്ങൾ എല്ലാവരും, ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് അംഗീകാരമില്ല എന്നുള്ളത്. അല്ലേ? ഗുഡ് എന്ന്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത വർക്ക് നന്നായിട്ട്, നിങ്ങൾ കാണാൻ വളരെ നന്നായിരിക്കുന്നു, ഇങ്ങനെ ഒരു നല്ല വാക്കും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങി നോക്ക്. ഒരാളുടെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് പണ്ട് പറയണല്ലേ, അല്ലെങ്കിൽ യു ലുക്ക് ഓസം ടുഡേ,
ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ വെൽ മാനേഡ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പല സംസ്കാരത്തിലും ഇങ്ങനെ തുടങ്ങുന്നത്. ഓ യു ഗോർജിയസ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവർ സംസാരം തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്നാൽ ഒരു സോഷ്യലായിട്ടുള്ളൊരു അംഗീകാരമാണ്, ഒരു റെക്കഗ്നീഷനാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചും കൊടുക്കും. ചിലപ്പോൾ രണ്ടുപേരും പറയുന്നത് പൊട്ടത്തരമായിരിക്കും, മനസ്സിൽ വേറെ, എന്നാലും പറയുമ്പോഴത്തേക്കുണ്ടല്ല ആ അംഗീകാരമില്ല. അംഗീകാരം വളരെ 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 ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അംഗീകരിച്ച് തുടങ്ങുക. നിങ്ങൾ പറയുന്ന പോലെ കേൾക്കണില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ചെറിയ ചെറിയ നന്മകളെ കണ്ടെത്തി അതിനെ അംഗീകരിച്ച് തുടങ്ങുക. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ഓക്കെ. അതുപോലെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഓൾഡർ ചിൽഡ്രൻ. ഗിഫ്റ്റ്സ് ആർ സംടൈംസ് ഗിവൺ ഫോർ ഗുഡ് ബിഹേവിയർ. അല്ലേ? എന്നാണ് വലിയ 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 കുട്ടികൾക്ക് വേറെ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ ഗിഫ്റ്റുകൾ കൊടുക്കാം. ഇറ്റ് ഈസ് എ ടോക്കൺ ഓഫ് അഫെക്ഷൻ ഓർ റെപ്രസെൻറ്റ്സ് എ റെസ്പെക്ട് ഫോർ ദ ചൈൽഡ്സ് എബിലിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓർ എ ഫോം ഓഫ് എൻകറേജ്മെൻറ്റ് ഓർ എ ടോക്കൺ ഓഫ് കോൺഫിഡൻസ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താ നമ്മൾ കൊടുക്കുന്ന ഈ റിവാർഡ് എന്തോ ആയിക്കോട്ടെ, അത് ടോക്കണാണ് അല്ലേ? ടോക്കൺ ഓഫ് അഫെക്ഷൻ, അല്ലെങ്കിൽ അതെന്താ എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലെ ആ ചൈൽഡിൻ്റെ എബിലിറ്റി അച്ചീവ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അങ്ങനെ അത്തരത്തിലും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ചോദ്യങ്ങളിലൂടെ കടന്നു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിനെല്ലാം കട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. മക്കളെ പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതിയാലേ കാര്യം നടക്കത്തുള്ളൂ. പരീക്ഷ എഴുതി ഇത് പ്രാക്ടീസ് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി, ഒരു മാർക്ക് ഉറപ്പാണേ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങളെ കിടക്കാം.